ഹലോ എവരിവൺ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഹ്യൂമൻ റീപ്രൊഡക്ഷന്റെ സെക്കൻഡ് പാർട്ടായിട്ടുള്ള ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിനെ കുറിച്ചാണ് അല്ലെ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിനെ കുറിച്ച് കംപ്ലീറ്റ് ഡീറ്റെയിൽസ് മനസ്സിലാക്കി. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിന്റെ ഡീറ്റെയിൽസ് ആണ്. അപ്പൊ മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം പോലെ തന്നെ നമ്മൾ തുടങ്ങാൻ പോകുന്നത് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിന്റെയും ലൊക്കേഷൻ എവിടെ എന്നുള്ളത് നോക്കിയിട്ടാണ്. അപ്പൊ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റംസ് ഈ ഒരു ഏരിയയിലാണുള്ളത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. ആ റീജിയന്റെ പേര് എന്ന് പറയുന്നത് എന്താണ്? പെൽവിക് റീജിയൻ ആണ് അല്ലെ. അപ്പൊ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിന്റെയും ലൊക്കേഷൻ എന്ന് പറയുന്നത് പെൽവിക് റീജിയൻ ആണ് എന്നാണ് നമ്മൾ ആദ്യത്തെ പോയിന്റ് പഠിക്കാനുള്ളത്. ഇനി അടുത്തത് പഠിക്കാനുള്ളത് ഒരു ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിന്റെ അകത്ത് എന്തൊക്കെയാണ് ഉണ്ടാവുക. മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിന്റെ അകത്ത് ഉണ്ടായിരുന്ന ആ മേജർ ആയിട്ടുള്ള ആൾ എന്ന് പറയുന്ന ആരാ? പ്രൈമറി സെക്സ് ഓർഗൻ. ശരിയല്ലേ? അവിടെ ടെസ്റ്റിസ് ആയിരുന്നു. ഇവിടെയും പ്രൈമറി സെക്സ് ഓർഗൻ എന്ന് പറയുന്നത് ആരാണ്? ഓവറി ആണ്. ശരിയാണല്ലോ, ഓവറിയാണ് പ്രൈമറി സെക്സ് ഓർഗൻ എന്ന് പറയുന്നത്. അപ്പൊ ഓർമ്മയുണ്ടോ എന്താണ് പ്രൈമറി സെക്സ് ഓർഗൻ എന്ന് പറഞ്ഞാല്? പ്രൈമറി സെക്സ് ഓർഗന്റെ അകത്ത് വെച്ചിട്ടാണ് ഗമീറ്റ് ഫോർമേഷൻ നടക്കുക. മെയിൽ പ്രൈമറി സെക്സ് ഓർഗൻ ആണ് ടെസ്റ്റിസ്, ഫീമെയിൽ പ്രൈമറി സെക്സ് ഓർഗൻ ആണ് ഓവറി എന്ന് പറയുന്നത്. ഗൊണാഡ്സ് എന്നും പറയാറുണ്ട്. മെയിൽ ഗൊണാഡ് ആൻഡ് ഫീമെയിൽ ഗൊണാഡ്സ് എന്നും പറയാറുണ്ട്. ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പൊ ഓക്കെ, അപ്പൊ ആദ്യം നമുക്ക് മനസ്സിലാക്കേണ്ടത് ഓവറീസ് ഉണ്ട്. പ്രൈമറി സെക്സ് ഓർഗന് അതെന്താണുള്ളത്? പെയർഡ് ആയിട്ടാണുള്ളത്. രണ്ട് ഓവറീസ് ആണ് ഉള്ളത്. അതുപോലെ അടുത്തത് പിന്നെ നമുക്ക് പഠിക്കാനുള്ളത് എന്താന്ന് വെച്ചാൽ ഫീമെയിൽ ആക്സസറി ഡെക്റ്റുകൾ ഉണ്ട്. അപ്പൊ നോക്ക്, ഈ ഓവം ഫോർമേഷൻ ഓവറിക്ക് അകത്ത് നടന്നു. എന്നിട്ട് ഈ ഓവത്തിനെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് ഒക്കെ ഓവി ഡെക്റ്റ് ആണ്. ശരിയല്ലേ? അപ്പൊ ഓവി ഡെക്റ്റ്, അതുപോലെ യൂട്രസ്, വജൈന, ഇതെല്ലാമാണ് ആക്സസറി ഡെക്ട്സിൽ വരുന്ന കാര്യങ്ങൾ. ക്ലിയർ ആണല്ലോ? അപ്പൊ രണ്ടാമത്തെ പാർട്ട് എന്ന് പറയുന്നത് ഫീമെയിൽ ആക്സസറി ഡെക്ട്സ് ആണ്. ഏതൊക്കെയാണ്? ഫെലോപ്പിയൻ ട്യൂബ്. ഫെലോപ്പിയൻ ട്യൂബിന്റെ വേറൊരു പേരാണ് ഓവി ഡെക്റ്റ്. അതിനെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാം. ഓവം ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് ഈ ഓവി ഡെക്റ്റ് ആണ്. ഫെർട്ടിലൈസേഷൻ നടക്കുന്നത് ഓവി ഡെക്റ്റിന്റെ അകത്ത് വെച്ചിട്ടാണ്. പിന്നീട് ഇംപ്ലാന്റേഷൻ നടക്കുന്നത് യൂട്രസിന്റെ അകത്ത് വെച്ചിട്ടാണ്. അതും ആക്സസറി ഡെക്റ്റ് ആയിട്ട് നമുക്ക് പഠിക്കാനുണ്ട്. ആൻഡ് ഇൻസെമിനേഷൻ നടക്കുന്നത് വജൈനയ്ക്ക് അകത്താണ്. അതായത് പീനിസിൽ നിന്നും സെമൻ ഡെപ്പോസിറ്റ് ചെയ്യുന്ന ഭാഗം എന്ന് പറയുന്നത് എന്താണ്? വജൈനയാണ് അല്ലെ. അപ്പം അതും നമ്മുടെ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിന്റെ ഫീമെയിൽ ആക്സസറി ഡെക്ട്സിൽ ഉൾപ്പെട്ട ഒരു ഭാഗമാണ്. യെസ്. ഇനി മൂന്നാമത്തെ ഭാഗം എന്ന് പറയുന്നത് എക്സ്റ്റേണൽ ജെനൈറ്റാലിയ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എക്സ്റ്റേണൽ മീൻസ് പുറത്തേക്ക്, ജെനൈറ്റാലിയ മീൻസ് റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചേഴ്സ്. വജൈനയ്ക്ക് പുറമേ ഉള്ള പുറത്തേക്ക് വിസിബിൾ ആയിട്ടുള്ള റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചേഴ്സിനെയാണ് നമ്മൾ എക്സ്റ്റേണൽ ജെനൈറ്റാലിയ എന്ന് പറയുന്നത്. ഫീമെയിൽ എക്സ്റ്റേണൽ ജെനൈറ്റാലിയക്ക് വേറെയും ഒരു പേരുണ്ട്. ഇറ്റ് ഈസ് കോൾഡ് വൾവ. അതും നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനുണ്ട്. അപ്പൊ എന്തൊക്കെയാണ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് എക്സ്റ്റേണൽ ജെനൈറ്റാലിയ എന്നുള്ളത് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഇനി പഠിക്കും. ആൻഡ് ഫൈനലി നമ്മൾ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിന്, ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ചൈൽഡ് ബേർത്തോട് കൂടി തീരുന്നില്ല. ശരിയല്ലേ? ആ കുട്ടിക്ക് വേണ്ട ചൈൽഡ് കെയർ, പാരന്റൽ കെയർ പ്രൊവൈഡ് ചെയ്യുന്ന പാരന്റ് എന്ന് പറയുന്നത് ആരാണ്? മദർ ആണ്. അപ്പൊ ഉണ്ടായ കുട്ടിക്ക് നറിഷ്മെന്റ് കൊടുക്കുന്നത് ത്രൂ ബ്രസ്റ്റ് മിൽക്ക് ആണ്. ശരിയല്ലേ? സോ നറിഷ്മെന്റ് ഓഫ് ദ ബേബി പ്രൊവൈഡ് ചെയ്യുന്നത് ആരാണ്? ബ്രസ്റ്റ് ആണ്, അല്ലെങ്കിൽ മാമറി ഗ്ലാൻഡ്സ് ആണ്. മാമറി ഗ്ലാൻഡ്, വൺ പെയർ മാമറി ഗ്ലാൻഡ് ആണ് നമുക്കുള്ളത്. അയാളുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താ? കുട്ടിക്ക് നറിഷ്മെന്റ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം ഇനി മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം പോലെ ഒരു കുട്ടി ഉണ്ടാക്കുക എന്നുള്ളതിന്റെ അപ്പുറത്തേക്ക് ഒരുപാട് ഫങ്ഷൻസ് ചെയ്യുന്ന ഓരോ ഇൻഡിവിജ്വൽ ഈവൻസ് എന്തൊക്കെയാണെന്ന്, അതായത് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിന്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പം 5 ഫംഗ്ഷൻ ആണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഓവുലേഷൻ. ഒന്നാമത്തെ പോയിന്റ് ആണ് ഓവുലേഷൻ. സോ ഇപ്പൊ നമ്മൾ എന്താ ഡിസ്കസ് ചെയ്യുന്നത്? ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിന്റെ ഫങ്ഷൻസ്. ഓവുലേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഓവറിയുടെ അകത്ത് വെച്ചിട്ടാണ് ഓവം ഫോർമേഷൻ നടക്കുന്നത്. ശരിയല്ലേ? ഈ ഓവം പുറത്തേക്ക് റിലീസ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ഓവുലേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? യെസ്. അപ്പൊ ഓവുലേഷൻ എന്ന് പറയുന്നത് ആരുടെ ഫംഗ്ഷനാ? ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിലാണല്ലോ നടക്കുന്നത്. സോ ഇറ്റ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഫെർട്ടിലൈസേഷൻ. ഈ ഇവിടെ റിലീസ് ചെയ്ത ഓവം ഉണ്ടല്ലോ, അത് വീണ്ടും ഓവി ഡക്റ്റിലേക്ക് കയറും. ഈ ഓവി ഡക്റ്റിന്റെ ഒരു റീജിയൻ ഉണ്ട്, ആംബ്യുള എന്ന് പറഞ്ഞ റീജിയനിലാണ് ഈ ഓവം എത്തുന്നത്.
അങ്ങോട്ടേക്കാണ് സ്പേം സ്വിം ചെയ്ത് എത്തുന്നത്. സോ ഇവർ തമ്മിലുള്ള ഫ്യൂഷനെയാണ് നമ്മൾ എന്തെന്ന് പറയാ, ഫെർട്ടിലൈസേഷൻ എന്ന് പറയാ. ഫ്യൂഷൻ ഓഫ് ഗമീറ്റ്സ് നടക്കുന്നത് എവിടെയാ എന്ന് ചോദിച്ചാൽ ഓവിഡക്റ്റിന്റെ അകത്ത് വെച്ചിട്ടാണ്, ആംബ്യുള എന്ന് പറഞ്ഞ റീജിയനിൽ വെച്ചിട്ടാണ്. നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കും. സോ ഫെർട്ടിലൈസേഷനും ആരുടെ ഫംഗ്ഷൻ തന്നെയാണ്, ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിന്റെ ഫംഗ്ഷൻ ആണ്. ഇനി അടുത്തത് എന്ന് പറഞ്ഞാല് നമുക്കറിയാം, ഇങ്ങനെ ഫ്യൂസ് ചെയ്താല് നോക്ക്, ഇതുപോലെ ഫ്യൂഷൻ നടന്നാല് ഇവിടെ എന്ത് സെല്ലാണ് ഉണ്ടാവുക, ഫസ്റ്റ് ഫോം ചെയ്യുന്ന സെല്ലിന്റെ പേരാണ് സൈഗോട്ട്. അങ്ങനെ സൈഗോട്ട് ഡിവൈഡ് ചെയ്ത് 2 സെല്ലായി മാറി, 4 സെല്ലായി മാറി, 8 സെല്ലായി മാറി. അങ്ങനെ ബ്ലാസ്റ്റോസിസ്റ്റ് എന്ന് പറയുന്ന സ്റ്റേജ് വരെ എത്തി എൻഡോമെട്രിയത്തിലേക്ക് എത്തും. അങ്ങനെ എൻഡോമെട്രിയത്തിന്റെ വാൾസിൽ ഇവരെ എംബഡഡ് ആയിട്ടിരിക്കും. അതിനാണ് നമ്മൾ ഇംപ്ലാന്റേഷൻ എന്ന് പറയുക. സോ ഇംപ്ലാന്റേഷൻ എവിടെ നടക്കും, ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിന്റെ പാർട്ടാണ് ഇംപ്ലാന്റേഷൻ. ശരിയല്ലേ? ഒരു ഫീമെയിലിന്റെ അകത്ത് ഇംപ്ലാന്റേഷൻ നടന്നാലാണ് പ്രഗ്നന്റ് ആയി എന്ന് പറയുക. സോ പ്രഗ്നൻസി എന്ന് പറയുന്നത് ആരുടെ ഫംഗ്ഷൻ ആണ്, ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിന്റെ ഫംഗ്ഷൻ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ പ്രഗ്നൻസി ആയി, ഇംപ്ലാന്റേഷൻ നടന്നു, പിന്നെ ജെസ്റ്റേഷൻ ആണ്. നമുക്കറിയാം ഏകദേശം ഒരു 9 മാസം ഈ കുട്ടിയുടെ ഫീറ്റൽ ഡെവലപ്മെന്റ് കംപ്ലീറ്റ് ആവുന്നത് വരെ അമ്മയുടെ ഗർഭപാത്രത്തിൽ ആ കുട്ടി വളരും. ശരിയല്ലേ? എന്നിട്ട് കുട്ടിയെ പുറത്തേക്ക് ഡെലിവർ ചെയ്യും. അതിനാണ് നമ്മൾ പാർച്ചുറേഷൻ എന്ന് പറയാ. അപ്പം 4ാമത്തത് പാർച്ചുറേഷൻ അല്ലെങ്കിൽ ചൈൽഡ് ബർത്തും ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിന്റെ ഫംഗ്ഷൻ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ ഒരു ചൈൽഡ് ബർത്തോട് കൂടിയിട്ട് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിന്റെ ഫംഗ്ഷൻ അവസാനിക്കുന്നില്ല. ഈവൻ ആഫ്റ്റർ ചൈൽഡ് ബർത്ത് ആ ചൈൽഡിന് കിട്ടേണ്ട നറിഷ്മെന്റ് ആരുടെ അടുത്ത് നിന്നാണ് കിട്ടുന്നത്, അമ്മയുടെ അടുത്ത് നിന്നാണ് കിട്ടുന്നത്. അല്ലെ? ഇനീഷ്യലി ഒരു 6 മാസം ഒരു കുട്ടി ബ്രസ്റ്റ് മിൽക്ക് മാത്രമേ ഫീഡ് ചെയ്യുള്ളൂ. ശരിയാണല്ലോ? അപ്പം ചൈൽഡ് കെയറും, ഇതാണ് നമുക്ക് 5ാമത്തെ ഫംഗ്ഷൻ ആയിട്ട് പറയുന്നത്. ചൈൽഡ് കെയറും മീനിങ് ബ്രസ്റ്റ് ഫീഡിംഗ് ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതും ആരുടെ ഫംഗ്ഷൻ തന്നെയാണ്, ഒരു ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിന്റെ ഫംഗ്ഷൻ ആയിട്ടാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ ഇനി നമ്മൾ ഈ പറയുന്ന റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചേഴ്സിൽ ഓരോന്നും ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാൻ പോവുകയാണ്. സോ നമുക്ക് ആദ്യം ഓവറിയിൽ നിന്നും തന്നെ സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. അപ്പം എന്താണ് ഓവറി എന്ന് ചോദിച്ചാൽ നമുക്കറിയാം, ഓവറി എന്ന് പറയുന്നത് പ്രൈമറി സെക്സ് ഓർഗൻ ആണ്. ആരുടെ? ഫീമെയിൽ പ്രൈമറി സെക്സ് ഓർഗൻ ആണ്. എന്താ അതിന്റെ അർത്ഥം? ഫീമെയിൽ ഗമീറ്റ് ആയിട്ടുള്ള ഓവം, ഫീമെയിൽ ഗമീറ്റ് ആയിട്ടുള്ള ഓവത്തിന്റെ ഫോർമേഷൻ നടക്കുന്നത് എവിടെയാണ്? ഈ പറയുന്ന ഓവറിക്ക് അകത്താണ്. അതായത് ഊജെനിസിസ് നടക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് ഓവറിയുടെ ഇൻസൈഡ് ആണ്. ക്ലിയർ ആണല്ലോ? ഇനി ഓവറി എന്ന് പറയുന്നത് വെറും ഓവം ഫോർമേഷൻ നടക്കുന്ന ഒരു സ്ഥലം മാത്രമല്ല, അയാളുടെ അകത്തുനിന്ന് കുറച്ച് ഹോർമോൺസും സെക്സ് ഹോർമോൺസും റിലീസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഓവറി എന്ന് പറയുന്നത് ഒരു എൻഡോക്രൈൻ ഗ്ലാൻഡും കൂടിയാണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഏതൊക്കെ ഹോർമോൺസ് ആണ് എന്ന് ചോദിച്ചാല് ഈസ്ട്രജൻസും പ്രൊജസ്ട്രോൺസും സെക്രീറ്റ് ചെയ്യുന്നത്, ഈസ്ട്രജൻസും പ്രൊജസ്ട്രോണും സെക്രീറ്റ് ചെയ്യുന്നത് ഓവറിക്കകത്ത് വെച്ചിട്ടാണ്. സോ ഓവറിക്കകത്ത് ഊജനിസിസ് നടക്കും. മാത്രമല്ല കുറച്ച് സ്റ്റെറോയിഡ് ഹോർമോൺസ് റിലീസ് ചെയ്യുന്നുണ്ട്. ഈസ്ട്രജൻസും പ്രൊജസ്ട്രോൺസും റിലീസ് ചെയ്യുന്നത്, സെക്രീറ്റ് ചെയ്യുന്നത് ഓവറിക്കകത്ത് നിന്നാണ്. ക്ലിയർ ആണല്ലോ? ഇനി അടുത്തത് ഓവറിയുടെ ഷേപ്പ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ടെസ്റ്റിസിന്റെ കാര്യത്തിൽ പറഞ്ഞതുപോലെ തന്നെ ഒരു ഓവൽ ഷേപ്പാണ് ഉള്ളത്. ഒരു ഓവൽ ഷേപ്പാണ് ഉള്ളത്. ഓവൽ ഷേപ്പ് ആണുള്ളത്. അപ്പൊ ഓവൽ ഷേപ്പ് എന്ന് പറയുമ്പോൾ എന്താ, ഇയാളുടെ ലെങ്ത് എന്ന് പറയുന്നത് 2 to 4 സെന്റിമീറ്റർ ആണ്. ഇനി ഓവൽ ഷേപ്പ് എന്നും പറയാറുണ്ട്, അല്ലെങ്കിൽ ആൽമണ്ട് ഷേപ്പ് എന്നും പറയാറുണ്ട്. അപ്പൊ അതിനെ ഞാൻ വെറുതെ ചിത്രത്തിലൂടെ റെപ്രസെന്റ് ചെയ്യാണ്. ആൽമണ്ട് ഷേപ്പ് എന്നും പറയാറുണ്ട്. അപ്പൊ ഇതുപോലെയാണ് ഒരു ഓവറി എന്ന് പറയുന്നത്. എത്ര ലെങ്ത് ഉണ്ടാവും? 2 to 4 സെന്റിമീറ്റർ ലെങ്ത് ആണ് ഉള്ളത്. ഇനി നോക്ക്, ഇനി നമ്മൾ പറഞ്ഞു ഈ ഓവറി എവിടെയാണ് ഇരിക്കുന്നത്. ഈ നമ്മൾ പറഞ്ഞ കാര്യമാണ്, ഓവറി എന്ന് പറയുന്നത് നോക്ക്, പെൽവിക് റീജിയന്റെ അകത്ത് ഈ പെൽവിക് ക്യാവിറ്റിയിലാണ് ഇരിക്കുന്നത്. ശരിയല്ലേ? ഈ പെൽവിക് ക്യാവിറ്റിയിലാണ് ഇരിക്കുന്നത്. അപ്പൊ ഈ ക്യാവിറ്റിയിൽ എങ്ങനെയാണ് ഓവറി അനങ്ങാതെ ഇരിക്കുന്നത് എന്ന് ചോദിച്ചാൽ, എങ്ങനെയാണ് ആ ഓവറിനെ ഒരു ക്യാവിറ്റിന്റെ അകത്ത് ഫിറ്റ് ചെയ്ത്, അപ്പൊ ഇവിടെ എവിടെയോ ആണല്ലോ 2 ഓവറി ഉള്ളത്, എങ്ങനെയാണ് ഫിറ്റ് ചെയ്തത് എന്ന് ചോദിച്ചാല് നോക്ക്, ഓവറിനെ അങ്ങനെ പിടിച്ചു വെക്കുന്നത് ഇതാണ് ഓവറി. ഓവറിനെ ഒരു സൈഡിലേക്ക്, അതായത് യൂട്രസ് എന്ന് പറഞ്ഞ സൈഡിലേക്ക് അറ്റാച്ച് ചെയ്യുന്നുണ്ട്. ആൻഡ് പെൽവിക് വാളിലേക്കും അറ്റാച്ച് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഓവറി എവിടെയാ നിൽക്കുന്നത്?
പെൽവിക് ക്യാവിറ്റിയിലാണ് നിൽക്കുന്നത്, നമ്മുടെ അരക്കെട്ടിന്റെ ഒരു ക്യാവിറ്റിയിലാണ് നിൽക്കുന്നത്. എങ്ങനെയാണ് അയാൾ അവിടെ നിൽക്കുന്നത്? ഓവറിയുടെ ഒരു സൈഡ് എങ്ങോട്ടേക്കാണ് അറ്റാച്ച് ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ നോക്കിയിട്ട് പറഞ്ഞോ, യൂട്രസിലേക്കാണ്. ആൻഡ് ഒരു സൈഡ് അറ്റാച്ച് ചെയ്യുന്നത് പെൽവിക് വാളിലേക്കാണ്. ഇനി അടുത്ത ചോദ്യം, എന്ത് വെച്ചിട്ടാണ് ഈ പറയുന്ന അറ്റാച്ച്മെന്റ്, എന്തുകൊണ്ടാണ് അറ്റാച്ച് ചെയ്തത് എന്ന് ചോദിച്ചാൽ എന്താണ് ഈ സാധനം എന്നാണ് ചോദിച്ചത്. അയാള് ലിഗമെന്റ്സ് ആണ്. ഇപ്പൊ ഞാൻ ഈ കാണിച്ചെന്ന ആളുകളില്ലേ, ലിഗമെന്റ്സ് ആണ്. അപ്പം പല ആൾക്കാർക്കും ലിഗമെന്റ് എന്ന് പറഞ്ഞാല് ആളുകൾ വിചാരിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ കുട്ടികൾ വിചാരിക്കുന്നത് എന്താന്ന് ചോദിച്ചാല് എല്ലിന്റെയും ബിറ്റ്വീൻ ബോൺസ് കാണുന്ന കണക്റ്റീവ് ടിഷ്യൂ ആണ് ലിഗമെന്റ് എന്നാണ്. അങ്ങനെയല്ല ലിഗമെന്റിന്റെ ഡെഫിനിഷൻ. ലിഗമെന്റ് എല്ലിന്റെയും ഇടയിൽ കാണില്ല എന്നുള്ളതല്ല. രണ്ട് എല്ലുകളുടെ ഇടയിൽ മാത്രമേ ലിഗമെന്റ് കാണൂ എന്നുള്ളത് വിചാരിക്കരുത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഓവറി കണക്ട് ചെയ്യുന്നത് ഈ ഓവറിയും യൂട്രസും കണക്ട് ചെയ്യുന്നത് ഒരു ലിഗമെന്റ് ആണ്. പെൽവിക് വാൾ ആയിട്ട് കണക്ട് ചെയ്യുന്നതും ലിഗമെന്റ് ആണ്. ഇനി നമ്മളുടെ കണ്ണിന്റെ അകത്തുള്ള ലെൻസ് കണക്ട് ചെയ്യുന്നത്, അവിടെ താങ്ങി നിർത്തുന്നതും സസ്പെൻഡറി ലിഗമെന്റ്സ് ഉപയോഗിച്ചിട്ടാണ്. സോ ഒരിക്കലും നിങ്ങൾക്ക് ആ തെറ്റിദ്ധാരണ ഉണ്ടാവരുത്, രണ്ട് എല്ലുകളുടെ ഇടയിൽ ലിഗമെന്റ് ഉണ്ട് എന്ന് വിചാരിച്ച് വേറെ എവിടെയും ലിഗമെന്റ് ഇല്ല എന്ന് വിചാരിക്കരുത്. ക്ലിയർ ആണല്ലോ പറഞ്ഞത്? സോ ഈ ഓവറി അറ്റാച്ച് ചെയ്തിട്ടുള്ളത് ലിഗമെന്റ്സ് വെച്ചിട്ടാണ് എന്നുള്ളതും കൂടിയാണ് നമ്മുടെ അടുത്തൊരു പോയിന്റ്. ഒരു സൈഡ് എങ്ങോട്ടാണ്? ഒരു സൈഡ് ഓവറി ഒരു സൈഡ് യൂട്രസിലേക്കാണ് അറ്റാച്ച് ചെയ്യുന്നത്, ഒരു സൈഡ് പെൽവിക് വാളിലേക്കാണ് അറ്റാച്ച് ചെയ്യുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇയാള് അനാട്ടമിയിൽ മനസ്സിലാക്കാനുള്ളത്. ക്ലിയർ ആണല്ലോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇനി ഓവറി നമ്മൾ നോക്കുകയാണെങ്കിൽ ഓവറിക്ക് രണ്ട് ഭാഗമാണുള്ളത്. ഒരു ഭാഗം എന്ന് പറയുന്നത് നോക്ക്, ഇങ്ങനെ എപ്പിത്തീലിയം കൊണ്ട് ഒരു കവറിങ് കണ്ടോ, ഇങ്ങനെ ഒരു, ഞാനിപ്പോ ഇവിടെ ഒരു ബ്ലാക്ക് കളറിൽ മാർക്ക് ചെയ്തിട്ടില്ലേ, ഇതാണ് ഈ എപ്പിത്തീലിയം കൊണ്ടുള്ള കവറിങ്. എന്തുകൊണ്ടുള്ള കവറിങ് ആണ്? എപ്പിത്തീലിയം കൊണ്ടുള്ള കവറിങ്. ഓക്കെ, അപ്പൊ ഒന്നാമത്തെ പാർട്ട് എന്ന് പറഞ്ഞാൽ എന്താ? എപ്പിത്തീലിയൽ കവറിങ് കാണാൻ പറ്റും. അപ്പൊ രണ്ടാമത്തെ പാർട്ട് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? രണ്ടാമത്തെ പാർട്ട് എന്ന് പറഞ്ഞാല് അതിന്റെ അകത്തുള്ള സ്ഥലമായിരിക്കും. ശരിയല്ലേ? ഞാൻ കുറച്ചും കൂടെ വലുതാക്കി വരയ്ക്കാം. നോക്ക്, ഇത്രയും ഭാഗം. അപ്പൊ രണ്ട് പോർഷൻ ആണ് ഓവറിക്ക് അകത്തുള്ളത്, എപ്പിത്തീലിയം കൊണ്ടുള്ള കവറിങ് ആൻഡ് അകം എന്ന് പറഞ്ഞ പോർഷൻ, അല്ലെ? ഉൾഭാഗം എന്ന് പറഞ്ഞ പോർഷൻ ഉണ്ടായിരിക്കും. ഞാൻ ഈ ഷെയ്ഡ് ചെയ്ത പോർഷൻ, ശരിയാണല്ലോ? ആ പോർഷനെയാണ് നമ്മൾ സ്ട്രോമ എന്ന് പറയുക. സോ ഓവറിക്ക് അകത്ത് രണ്ട് പോർഷൻ ആണുള്ളത്. ഓവറിയെ പൊതിഞ്ഞു വെച്ചത് ഒരു എപ്പിത്തീലിയൽ കവറിങ് കൊണ്ടാണ്. ആൻഡ് അതിന്റെ അകം ഭാഗം എന്ന് പറയുന്നത്, ഉൾവശം എന്ന് പറയുന്നത് എന്താണ്? അതിനെയാണ് നമ്മൾ സ്ട്രോമ എന്ന് പറയുക. ഇനി ഈ അകംഭാഗം, ഈ കാണുന്നതെല്ലാം സ്ട്രോമയാണ്, ശരിയല്ലേ? ആ സ്ട്രോമ ഈസ് അഗെയിൻ ഡിവൈഡഡ് ഇൻടു ടു പാർട്സ്. further divided into two parts. Outer region is called cortex and inner region is called medulla. So outer region is called cortex and inner region is called medulla. അതായത് ഈ ഓവറിക്ക് അകത്തുള്ള സ്ട്രോമ തന്നെ again divided into two. ഈ സ്ട്രോമയിലുള്ള പുറമേ കാണുന്ന റീജിയനെയാണ് ഇപ്പൊ ഞാൻ ഷെയ്ഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന റീജിയനെയാണ് നമ്മൾ എന്ത് റീജിയൻ എന്ന് വിളിക്കുക? ഔട്ടർ റീജിയൻ ഈസ് കോൾഡ് കോർട്ടെക്സ്. ഇപ്പൊ നിങ്ങൾ കാണുന്നില്ലേ, ഈ റീജിയൻ ആണ് കോർട്ടെക്സ് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? ഇനി ഇതിന്റെ അകത്തുള്ള റീജിയൻ ആണ് ഇപ്പൊ ഞാൻ ഈ ഷെയ്ഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന റീജിയനെയാണ് നമ്മൾ മെഡുല്ല എന്ന് വിളിക്കുക. സോ ഓവറിക്ക് അകത്ത് ഒരു ഔട്ടർ കവറിംഗ് ഉണ്ട് എപ്പിത്തീലിയം കൊണ്ടുള്ള, ആൻഡ് ഇന്നർ സ്ട്രോമ ഉണ്ട്. സ്ട്രോമ ഈസ് അഗെയിൻ ഡിവൈഡഡ് ഇൻടു പുറമേയുള്ള റീജിയൻ ഈസ് കോൾഡ് കോർട്ടെക്സ് ആൻഡ് അകത്താണ് മെഡുല്ല ഉള്ളത്. ഇനി ഈ നമ്മളുടെ ഓവറിക്ക് അകത്താണ് നമ്മൾ പറഞ്ഞു ഓവം ഫോർമേഷൻ നടക്കുന്നത്, അല്ലെ? ഊജനിസിസ് നടക്കുന്നത് നമ്മൾ പറഞ്ഞു. ആ ഓവം ഫോർമേഷൻ അല്ലെങ്കിൽ ഫോളിക്കുലാർ ഡെവലപ്മെന്റ് എന്ന് ഇനി നമ്മൾ പഠിക്കും. ഫോളിക്കുലാർ ഡെവലപ്മെന്റ് ഒക്കെ നടക്കുന്നത് എവിടെയാ നോക്ക്. ഫോളിക്കുലാർ ഡെവലപ്മെന്റ് എല്ലാം നടക്കുന്നത് ഈ ഔട്ടർ റീജിയനിലാണ്. അപ്പൊ ഈ ഫോളിക്കുലാർ ഈവെന്റ്സ് എല്ലാം പ്രൈമറി ഫോളിക്കിൾ സെക്കൻഡറി ആവും, സെക്കൻഡറി ടേഴ്ഷറി ആവും, ടേഴ്ഷറി ഗ്രാഫിയൻ ഫോളിക്കിൾ ആവും, ഗ്രാഫിയൻ ഫോളിക്കിൾ റപ്ചർ ചെയ്ത് ഓവുലേറ്റ് ചെയ്യും. ഈ ഈവെന്റ്സ് എല്ലാം നടക്കുന്നത് ഔട്ടർ പോർഷനിലാണ്. ഔട്ടർ പോർഷനാണ് നമ്മൾ കോർട്ടെക്സ് എന്ന് പറയുന്നത്. ഇനി മെഡുല്ല റീജിയനിൽ എന്ത് ഈവെന്റാ നടക്കുന്നത് എന്ന് ചോദിച്ചാൽ പ്രത്യേകിച്ച് യാതൊരു ഈവെന്റ്സും മെഡുല്ല റീജിയനിൽ ഇല്ല.
ഓക്കെ, അപ്പൊ ഈ മെഡുലയിലുള്ള സ്ട്രോമയ്ക്ക് വേണ്ട അവിടെ നമുക്ക് എന്താ കാണാൻ പറ്റുകയെന്ന് ചോദിച്ചാൽ ഒരുപാട് ബ്ലഡ് വെസൽസ് കാണാൻ പറ്റും. അതാണ് അതിന്റെ ഒരു ഇമ്പോർട്ടൻസ് ആയിട്ട് നമുക്ക് മനസ്സിലാക്കേണ്ടത്. വേറെ പ്രത്യേകിച്ച് ഈവൻസ് ഒന്നും അവിടെ നടക്കുന്നില്ല. ഒവേറിയൻ ഈവൻസ് ഒക്കെ എവിടെയാണ് നടക്കുന്നത്? ഔട്ടർ കോർട്ടെക്സ് റീജിയൻ ഓഫ് സ്ട്രോമ. ക്ലിയർ അല്ലേ? ഇനി അടുത്തത് നമുക്ക് നോക്കാനുള്ളത് ആക്സസറി ഡെക്സിനെ കുറിച്ചാണ്. ഇപ്പൊ നമ്മൾ ഓവറിനെ കുറിച്ച് പഠിച്ചു കഴിഞ്ഞു. ഇനി ആക്സസറി ഡെക്സ് ആയിട്ട് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തു ഓവിഡക്ട്, യൂട്രസ്, വജൈനയാണുള്ളത്. സോ നമുക്ക് ആദ്യത്തെ ആക്സസറി ഡെക്റ്റിലേക്ക് തന്നെ കിടക്കാം. ഇറ്റ് ഈസ് കോൾഡ് ഓവിഡക്ട്. അപ്പൊ ഓവിഡക്ട് നോക്ക്, ഒരു ഫീമെയിലിന്റെ അകത്തുള്ള ഓവിഡക്ട് ഞാൻ ഈ കാണിക്കുന്ന ഭാഗമാണ് ഓവിഡക്ട് എന്ന് പറയുന്നത്. സോ നോക്ക്, ഈ ഇത്രയും ഭാഗമാണ് ഓവിഡക്ട് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഡക്റ്റ് ഉണ്ടല്ലോ, ഈ ഒരു ട്യൂബ്, ഇതാണ് ഓവിഡക്ട് ആൻഡ് ഫലോപ്പിയൻ ട്യൂബ് എന്ന് പേരുണ്ട്. ഓക്കെ, ഇനി ഇയാളുടെ ഒരു ലെങ്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിന് ഏകദേശം എത്ര ലെങ്ത് വരും എന്ന് നോക്കുകയാണെങ്കിൽ 10 to 12 സെന്റിമീറ്റർ ആണ് ലെങ്ത് എന്ന് പറയുന്നത്. സോ ലെങ്ത് എന്ന് പറയുന്നത് 10 to 12 സെന്റിമീറ്റർ ആണ് എന്നുള്ളത് മനസ്സിലാക്കുക. ആൻഡ് എത്ര എണ്ണമുണ്ട്? 2 എണ്ണമുണ്ട്. പെയേർഡ് ആയിട്ടുള്ള ആളാണ്, ശരിയല്ലേ? ഇനി ഈ ഓവിഡക്റ്റ് ഉള്ള സ്ഥലം അല്ലെങ്കിൽ ഓവിഡക്റ്റ് ആരെ തൊട്ട് ആരെ വരെയാണ് കണക്ട് ചെയ്യുന്നത് എന്ന് ചോദിച്ചാല് നോക്ക്, ഇവിടെ ഓവറി, ഇവിടെ യൂട്രസ്, ശരിയാണല്ലോ? അപ്പൊ ഈ ഓവറിനെ യൂട്രസുമായിട്ട് കണക്ട് ചെയ്യുന്ന ആളാണ് ഫലോപ്പിയൻ ട്യൂബ്. ഓവറിയെ ഡയറക്റ്റ് ആയിട്ട് കണക്ട് ചെയ്യുന്നില്ല, ഓവറിയുടെ പെരിഫറിയിലേക്ക് ഓവറിയുടെ പെരിഫറിയിലേക്ക് വന്ന് നിൽക്കുന്ന ആളാണ് ഓവിഡക്റ്റ്. അതായത് ഓവറിന്റെ തൊട്ടടുത്ത് വരെ വന്ന് നിൽക്കും. ക്ലിയർ ആണല്ലോ? സോ എവിടം തൊട്ടാണ് എവിടം തൊട്ട് എവിടെ വരെയാണ് ഫലോപ്പിയൻ ട്യൂബ് കണക്ട് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ നമ്മൾ എന്താ പറയേണ്ടത്? ഫ്രം ദ പെരിഫറി ഓഫ് ഓവറി ടു യൂട്രസ്. ഈ ഒരു കണക്ഷൻ ആണ് ആര് നടത്തുന്നത്? നമ്മളുടെ ഓവിഡക്റ്റ് അല്ലെങ്കിൽ ഫലോപ്പിയൻ ട്യൂബ് നടത്തുന്നത്. ഇനി അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് ഫലോപ്പിയൻ ട്യൂബിന്റെ അല്ലെങ്കിൽ ഓവിഡക്റ്റിന്റെ 3 റീജിയൻസ് ആണ്. സോ നോക്ക്, ഇവിടെ നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് ഫലോപ്പിയൻ ട്യൂബ് ഓവറി ആയിട്ട് കണക്ട് ചെയ്യുന്ന ഈ ഒരു റീജിയനിൽ നമുക്കൊരു ഫണൽ ഷേപ്ഡ് ആയിട്ടുള്ള റീജിയൻ കാണാൻ പറ്റും. ഫണൽ ഷേപ്ഡ് ആയിട്ടുള്ള ഒരു റീജിയൻ നമുക്ക് കാണാൻ പറ്റും. ഈ റീജിയനെയാണ് നമ്മൾ ഇൻഫണ്ടിബുലം എന്ന് പറയാം. ഇൻഫണ്ടിബുലം എന്ന് പറയുന്നത് ക്ലിയർ ആണല്ലോ? ഇനി ശ്രദ്ധിച്ചു നോക്കിക്കോ, ഈ ഇൻഫണ്ടിബുലത്തിന്റെ പുറത്തേക്കായിട്ട് ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഈ ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസിനെയാണ് നമ്മൾ ഫിംബ്രിയെ എന്ന് പറയുക. എന്താണ് ഈ ഫിംബ്രിയന്റെ ഇമ്പോർട്ടൻസ് എന്ന് ചോദിച്ചാല് നോക്ക്, ഇങ്ങനെയാണ് ഓവുലേഷൻ നടക്കുന്നത്. ഓവം നോക്ക്, ഈ ഓവറിയുടെ അകത്തുനിന്ന് മെച്ചുവർ ആയി ഗ്രാഫിയൻ ഫോളിക്കിൾ റപ്ചർ ചെയ്തിട്ട് ഓവം പുറത്തേക്ക് റിലീസ് ചെയ്യും. ഈ റിലീസ് ചെയ്യുന്ന ഓവത്തിനെ കലക്ട് ചെയ്യുന്നത് ആരാന്ന് ചോദിച്ചാല് ഇതുപോലെയുള്ള ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസ് ആണ്. ഈ ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസ് ആർ കോൾഡ് ഫിംബ്രിയെയാണ് കലക്ട് ചെയ്യുന്നത്. അപ്പം ഫിംബ്രിയെ ഒരു പ്രത്യേക രീതിയിൽ മൂവ് ചെയ്യും. ആ മൂവ്മെന്റിന്റെ ഭാഗമായിട്ടാണ് ഫിംബ്രിയയുടെ അകത്തേക്ക് ഓവം കയറുന്നത്. സോ ഓവം ആഫ്റ്റർ ഓവുലേഷൻ ഈസ് കലക്റ്റഡ് ബൈ ഹൂം? കലക്റ്റഡ് ബൈ ഫിംബ്രിയെ എന്ന് നമ്മൾ മനസ്സിലാക്കണം. ക്ലിയർ ആണല്ലോ? ഫിംബ്രിയന്റെ അകത്ത് സീലിയേറ്റഡ് എപ്പിത്തീലിയാണ് ഉണ്ടാവുക. നിങ്ങൾ സ്ട്രക്ചറൽ ഓർഗനൈസേഷനിൽ പഠിച്ചിട്ടുണ്ടാവും എപ്പിത്തീലിയം, സീലിയേറ്റഡ് എപ്പിത്തീലിയം. അതുകൊണ്ട് ഇതിന്റെ അകത്ത് കൂടെ ഓവത്തിന് മൂവ് ചെയ്യാൻ പറ്റും. ഇവിടെയൊക്കെ എന്തുണ്ടായിരിക്കും? സീലിയേറ്റഡ് എപ്പിത്തീലിയം നമുക്ക് കാണാൻ പറ്റും. ക്ലിയർ ആണല്ലോ? അപ്പം ഫിംബ്രിയെ കലക്ട് ചെയ്തു, അത് കഴിഞ്ഞിട്ട് ഫണൽ ഷേപ്ഡ് റീജിയൻ കോൾഡ് ഇൻഫണ്ടിബുലത്തിലേക്ക് എത്തി. സോ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു ഇൻഫണ്ടിബുലം. ക്ലിയർ ആണല്ലോ? ഇനി അടുത്ത റീജിയൻ ഓഫ് ഫലോപ്പിയൻ ട്യൂബ് ആണ് ആംപ്യുള. ആംപ്യുള എന്ന് പറയുന്നത് ഏറ്റവും വൈഡസ്റ്റ് പാർട്ടാണ്. ഈ ഭാഗം ഈ കളർ വെച്ചാൽ നമുക്ക് കാണാൻ പറ്റില്ല. ഈ ഒരു റീജിയൻ വൈഡസ്റ്റ് വൈഡ് പാർട്ട് ഓഫ് ഫലോപ്പിയൻ ട്യൂബ്. ഞാൻ ഈ ഷെയ്ഡ് ചെയ്ത ഈ റീജിയൻ ഉണ്ടല്ലോ, ആ റീജിയനെയാണ് നമ്മൾ ആംപ്യുള എന്ന് പറയാം. സോ എന്താണ് ആംപ്യുളന്റെ ഇമ്പോർട്ടൻസ് എന്ന് ചോദിച്ചാല്, നമ്മള് ഫിംബ്രിയെ കലക്ട് ചെയ്ത ഓവം ഇൻഫണ്ടിബുലത്തിലേക്ക് എത്തി. ഇൻഫണ്ടിബുലത്തിൽ നിന്നും ആ ഓവം പോയി എങ്ങോട്ടേക്ക് എത്തും? സീലിയേറ്റഡ് എപ്പിത്തീലിയം വഴി എങ്ങോട്ടേക്ക് എത്തൂടാ? ആംപ്യുള റീജിയനിലേക്ക് എത്തും. മനസ്സിലായോ? ഇനി നമ്മളുടെ സ്പേം ആഫ്റ്റർ ഇൻസെമിനേഷൻ എവിടെ ഇൻസെമിനേറ്റ് ചെയ്യുക? വജൈനയിലാണ് സ്പേം ഡെപ്പോസിറ്റ് ചെയ്യുക, ശരിയല്ലേ? സ്പേം ഡെപ്പോസിറ്റ് ചെയ്യുന്നത് വജൈനയിലാണ്. അപ്പൊ ഒരുപാട് സ്പേം ഇജാക്കുലേറ്റ്, അതായത് ഇൻസെമിനേഷന് ശേഷം വജൈനയുടെ അകത്തുണ്ടാവും.
ഈ സ്പേം മോട്ടിലിറ്റി ഒക്കെ അക്വയർ ചെയ്തതിനു ശേഷം സെർവിക്സിലൂടെ കയറി ഇങ്ങനെ പോയി ഫെലോപ്പിയൻ ട്യൂബിന്റെ അകത്ത് കൂടെ പോയിട്ട് ഏത് റീജിയനിൽ എത്തുമെന്നറിയോ? ആംബ്യുലാർ റീജിയനിൽ എത്തും. ഈ ആംബ്യുലാർ റീജിയനിലാണ് ഇവര് ഫെർട്ടിലൈസ് ചെയ്യുന്നത്. സോ ഇമ്പോർട്ടൻസ് ഓഫ് ആംബ്യുലറി റീജിയൻ എന്ന് പറയുന്നത് എന്താണ്? ഫെർട്ടിലൈസേഷൻ ഒക്കേഴ്സ്. നിങ്ങൾ പഴയ NCERT നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആംബ്യുലറി ഇസ്തമിക് ജംഗ്ഷനിലാണ് ഫെർട്ടിലൈസേഷൻ നടക്കുന്നത് എന്നാണ് കൊടുത്തിട്ടുള്ളത്. ഇപ്പത്തെ പുതിയ ടെക്സ്റ്റിൽ പറയുന്നത് ആംബ്യുലറി റീജിയനിലാണ് നടക്കുന്നത് എന്നാണ്. അപ്പോ പുതിയ ടെക്സ്റ്റ് പ്രകാരമാണെന്നുണ്ടെങ്കിൽ ഫെർട്ടിലൈസേഷൻ നടക്കുന്നത് ഇപ്പൊ നമ്മൾ പറഞ്ഞ പോലെ ആംബ്യുളയിൽ വെച്ചിട്ടാണ്. പഴയ ടെക്സ്റ്റിൽ നിങ്ങളിപ്പം വായിച്ചുകൊണ്ടിരിക്കുന്നത് പഴയ ടെക്സ്റ്റിലാണെങ്കിൽ നിങ്ങളൊന്ന് എടുത്തു നോക്കുക. അവിടെ പറയുന്നത് ഫെർട്ടിലൈസേഷൻ നടക്കുന്നത് ആംബ്യുളന്റെയും ഇസ്തുമസിന്റെയും ഇടയിലുള്ള ജംഗ്ഷനാണ്. ഈ റീജിയൻ ആണ് ഇസ്തുമസ് എന്ന് പറയുന്നത്, ഇതാണ് ആംബ്യുള. ആംബ്യുലറി ഇസ്തമിക് ജംഗ്ഷനിൽ വെച്ചിട്ടാണ്, ആ കൂടിച്ചേരുന്ന സ്ഥലത്ത് വെച്ചിട്ടാണ് ഫെർട്ടിലൈസേഷൻ നടക്കുന്നതെന്നാണ്. അത് പണ്ടത്തെ ടെക്സ്റ്റ് പ്രകാരമാണ്. ഇപ്പൊ മോഡേൺ ആയിട്ടുള്ള പുതിയ NCERT പ്രകാരമാണെന്നുണ്ടെങ്കിൽ ഇനി അതിന് മാർക്ക് കിട്ടൂല. അക്കോർഡിംഗ് ടു ന്യൂ NCERT ആംബ്യുലാർ റീജിയനിൽ വെച്ചിട്ടാണ് നടക്കുന്നത്, ആംബ്യുലർ ഇസ്തമിക് ജംഗ്ഷനിലല്ല. ക്ലിയർ ആണല്ലോ? യെസ്. അപ്പൊ ഇനി നമ്മൾ ഫെലോപ്പിയൻ ട്യൂബിന്റെ 2 ഭാഗങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി മൂന്നാമത്തെ ഭാഗമാണ് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു അല്ലെ? എന്താണ്? ഇസ്തമസ് ആണ് അടുത്ത ഭാഗം എന്ന് പറയുന്നത്. നോക്ക്, ഈ യൂട്രസിലേക്ക് ഫെലോപ്പിയൻ ട്യൂബ് കണക്ട് ചെയ്യുന്ന ഈ ഒരു നാരോ പാർട്ട് ഉണ്ടല്ലോ, നാരോ പാർട്ട്, ഈ നാരോ പാർട്ട് ഈസ് കോൾഡ് ഇസ്തമസ്. അപ്പൊ ഇയാള് ഏറ്റവും നാരോ പാർട്ടാണ്. അയാളാണ് യൂട്രസിലേക്ക് ഫെലോപ്പിയൻ ട്യൂബിനെ കണക്ട് ചെയ്യുന്നത്. ശരിയല്ലേ? അപ്പൊ അത്രയും കാര്യങ്ങളാണ് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. സോ ഓവിഡക്റ്റിന് 3 ഭാഗങ്ങളാണ്. ഫണൽ ഷേപ്ഡ് റീജിയൻ ആണ് ഇൻഫന്റിബുലം. അയാൾക്ക് അത് ഒന്നാമത്തെ ആളാണ്. ആൻഡ് അയാളുടെ അടുത്ത് ആരുണ്ടായിരിക്കും? ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസ് ഉണ്ടാവും. ദേ ആർ കോൾഡ് ഫിംബ്രിയെ. ഫിംബ്രിയന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് എന്താ? ആഫ്റ്റർ ഓവുലേഷൻ ഓവം ഈസ് കണക്റ്റഡ് ബൈ ഫിംബ്രിയെ. ശരിയാണല്ലോ? ഇനി രണ്ടാമത്തെ പാർട്ടാണ് ആംബ്യുള. ഏറ്റവും വൈഡസ്റ്റ് പാർട്ട് ഓഫ് ഫെലോപ്പിയൻ ഡക്റ്റ് ആണ് ആംബ്യുള എന്ന് പറയുന്നത്. എന്താണ് ആംബ്യുളന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്? ഫെർട്ടിലൈസേഷൻ ടേക്സ് പ്ലേസ് ഇൻസൈഡ് ആംബ്യുള. മൂന്നാമത്തെ റീജിയനാണ് ഇസ്തുമസ്, നാരോ പാർട്ട് ഓഫ് ഓവിഡക്റ്റ് അല്ലെങ്കിൽ ഫെലോപ്പിയൻ ട്യൂബ്. ഈ ഫെലോപ്പിയൻ ട്യൂബ് യൂട്രസിലേക്ക് കണക്ട് ചെയ്യുന്ന ഭാഗമാണ് ഇസ്തുമസ്. ക്ലിയർ അല്ലേ? അപ്പൊ ഇത്രയും കാര്യമാണ് നമുക്ക് ഓവിഡക്ട്സിനെ കുറിച്ച് പഠിക്കാനുള്ളത്. ക്ലിയർ ആയി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അടിപൊളിയായിട്ട് മനസ്സിലായില്ലേ? യെസ്. അപ്പൊ നമ്മൾ ഓവിഡക്റ്റിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് യൂട്രസിനെ കുറിച്ചാണ്. അപ്പൊ യൂട്രസിന്റെ പൊസിഷൻ മനസ്സിലാവാൻ ഏറ്റവും നല്ലത് NCERTന്റെ അകത്തുള്ള ഡയഗ്രാം വെച്ചിട്ട് തന്നെ പഠിക്കുക എന്നുള്ളതാണ്. അപ്പൊ നോക്ക്, ഈ കാണുന്ന ഭാഗമാണ് യൂട്രസ് എന്ന് പറയുന്നത്. സോ ദിസ് ഈസ് ദ യൂട്രസ്. അപ്പൊ യൂട്രസ് എവിടെയാണ് നമുക്ക് കാണാൻ പറ്റുക? ഈ ആളാണ് യൂറിനറി ബ്ലാഡർ. യൂറിനറി ബ്ലാഡറിന്റെ മുകളിൽ ആൻഡ് റെക്റ്റമാണ് ഈ കാണുന്നത്. അപ്പൊ യൂറിനറി ബ്ലാഡറിന്റെയും റെക്റ്റത്തിന്റെയും ഇടയിലായിട്ടാണ് ആര് പൊസിഷൻ ചെയ്തിട്ടുള്ളത്? യൂട്രസിന്റെ പൊസിഷൻ എന്ന് പറയുന്നത്. യൂറിനറി ബ്ലാഡറിന്റെ മുകളിലായിട്ടാണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. മനസ്സിലായോ? അപ്പൊ യൂറിനറി ബ്ലാഡറിന്റെയും റെക്റ്റത്തിന്റെയും ഇടയില്, യൂറിനറി ബ്ലാഡറിന്റെ മുകളില്. ഇനി നമ്മളുടെ ഹിപ്പ് ബോൺസ് നമ്മുടെ അരക്കെട്ടിന്റെ എല്ല്, അതിന്റെ മുന്നിൽ ഒരു ജംഗ്ഷൻ ഉണ്ട്, ഒരു ജോയിന്റ് ഉണ്ട്. ആ ജോയിന്റിനെയാണ് നമ്മൾ പ്യൂബിക് സിംഫൈസിസ് എന്ന് പറയാ. ഈ ചിത്രത്തിൽ NCERTയിലുള്ള ഈ ചിത്രത്തിൽ നിങ്ങൾക്ക് എന്തും കാണാൻ പറ്റും? പ്യൂബിക് സിംഫൈസിസും കാണാൻ പറ്റും. അപ്പോൾ നമ്മുടെ യൂട്രസിന്റെ മുൻവശത്തായിട്ട് ആരും കൂടെ ഉണ്ട് എന്ന് ഓർക്കണം, പ്യൂബിക് സിംഫൈസിസ്. നമ്മളുടെ ഈ അരക്കെട്ടിലുള്ള ഹിപ്പ് ബോണില്ലേ, ഹിപ്പ് ബോൺ കണക്ട് ചെയ്യുന്ന ജോയിന്റിനെയാണ് നമ്മൾ പ്യൂബിക് സിംഫൈസിസ് എന്ന് പറയാ. അത് ഈ ചാപ്റ്ററിലല്ല നമ്മൾക്ക് പഠിക്കാനുള്ളത്, ലോക്കോമോഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിലാണ് പഠിക്കാനുള്ളത്. ക്ലിയർ ആണല്ലോ? അപ്പൊ നമ്മളിപ്പോ എന്ത് പഠിച്ചു? യൂട്രസിന്റെ ലൊക്കേഷൻ പഠിച്ചു കഴിഞ്ഞു. ക്ലിയർ അല്ലേ? ഇനി അടുത്തത് പഠിക്കാനുള്ളത് യൂട്രസിന്റെ ഷേപ്പും കാര്യങ്ങളൊക്കെയാണ്. യൂട്രസ് 2 എണ്ണം ഉണ്ടോ? യൂട്രസ് എന്ന് പറയുന്നത് അൺപെയർഡ് ആണ്. ഒരെണ്ണം മാത്രമേ ഉള്ളൂ, ഒരൊറ്റ യൂട്രസ് അല്ലേ ഉള്ളൂ. യെസ്. ഇനി ഷേപ്പ് നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇൻവേർട്ടഡ് പിയേർഡ് ഷേപ്പ് എന്നാണ് പറയുന്നത്. ഇൻവേർട്ടഡ് പിയർ ഷേപ്ഡ്. ഇതാണ് നമ്മൾ ഒരു സബർജിലിയൊക്കെ പോലുള്ള ഒരു ഫ്രൂട്ടാണ് പിയർ എന്ന് പറഞ്ഞ ഫ്രൂട്ട്. ഇപ്പൊ ഈ ഫ്രൂട്ടിന് തല തിരിച്ചു വെച്ചാല്, നോക്ക്, തല തിരിച്ചു വെച്ചാല് ഇതുപോലത്തെ ഒരു ഷേപ്പാണ് യൂട്രസിന് എന്നാണ് പറയുന്നത്. സോ ഇതാണ് ഇൻവേർട്ടഡ് പിയർ ഷേപ്പ് എന്ന് പറയുന്നത്. ഇൻവേർട്ടഡ് പിയർ പോലെ തന്നെയല്ലേ? യെസ്. ഇനി ഓവറി പോലെ തന്നെ ഓവറിയും നമ്മൾ ഈ പറഞ്ഞ യൂട്രസും
യൂട്രസിന്റെ വേറൊരു പേരെന്താണ്? നമ്മൾ മലയാളത്തിൽ പറയാറില്ലേ, ഗർഭപാത്രം എന്ന് പറയാറില്ലേ? അതിനെയാണ് നമ്മൾ ഇംഗ്ലീഷിൽ വൂം എന്ന് പറയാ. ഓക്കെ, അപ്പം യൂട്രസ് എന്ന് പറയും, വേറൊരു പേരാണ് വൂം. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഗർഭപാത്രവും ഓവറിയും ഒക്കെ എവിടെയാണ് ഉണ്ടാവുക? പെൽവിക് റീജിയനിലാണ്, പെൽവിക് ക്യാവിറ്റിയിലാണല്ലോ ഉണ്ടാവുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ക്യാവിറ്റിന്റെ അകത്ത് എങ്ങനെയാണ് ഈ യൂട്രസിനെ നിലനിർത്തിയത് എന്ന് ചോദിച്ചാൽ, ഓവറി നിർത്തിയ പോലെ തന്നെ. ഓവറിനെ എന്തുകൊണ്ടാണ് അറ്റാച്ച് ചെയ്തിരുന്നത്? ലിഗമെന്റ്സ് കൊണ്ടല്ലേ? അതേപോലെ തന്നെ നോക്ക്, യൂട്രസിനെയും പെൽവിക് വാളിലേക്ക് അറ്റാച്ച് ചെയ്യുന്ന ഈ സ്ട്രക്ചർ എന്ന് പറയുന്നത് എന്താണ്? എല്ലാം ലിഗമെന്റ്സ് ആണ്. ആ ലിഗമെന്റ്സിന്റെ പേരൊന്നും നിങ്ങൾക്ക് പഠിക്കാനില്ല. സോ യൂട്രസിനെ പെൽവിക് വാളിലേക്ക് അറ്റാച്ച് ചെയ്യുന്നത് ആരാണ്? അറ്റാച്ച്ഡ് ബൈ ലിഗമെന്റ്സ് ആണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അറ്റാച്ച്ഡ് ബൈ ലിഗമെന്റ്സ് ആണ്. അപ്പൊ എങ്ങനെയാണ് ഒരു ക്യാവിറ്റിന്റെ അകത്ത് ഈ യൂട്രസും ഓവറിയും ഒക്കെ അനങ്ങാതെ നിൽക്കുന്നത് എന്നുള്ളതിന്റെ ഉത്തരം കിട്ടിയോ? ഓവറിയെ ലിഗമെന്റ് ആയിട്ടാണ് കണക്ട് ചെയ്യുന്നത്. ഒരു ഭാഗം യൂട്രസ്, ഒരു ഭാഗം പെൽവിക് വാള്. യൂട്രസിനെ പെൽവിക് വാളിലേക്ക് കണക്ട് ചെയ്യുന്നതും ആര് തന്നെയാണ്? ലിഗമെന്റ്സ് ആണ്. ക്ലിയർ അല്ലേ? അടിപൊളിയായിട്ട് മനസ്സിലായില്ലേ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ യൂട്രസിന്റെ തന്നെ ഡിഫറെന്റ് റീജിയൻസ് ഞാൻ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തി തരാം. നോക്ക്, ഇതാണല്ലോ യൂട്രസ് എന്ന് പറയുന്നത്. യൂട്രസിന്റെ ഈ റീജിയൻ ഉണ്ടല്ലോ, ഇതുപോലെ ഡോം ഷേപ്പിൽ നിൽക്കുന്ന ഈ റീജിയൻ, ഈ ഷേപ്പിൽ നിൽക്കുന്ന ഈ മുകളിൽ കാണുന്ന റീജിയൻ ഓഫ് യൂട്രസിനെയാണ് നമ്മൾ ഫണ്ടസ് എന്ന് പറയുന്നത്. ഓക്കെ, ഫണ്ടസ് ഓഫ് യൂട്രസ്. ഇനി യൂട്രസിന്റെ അകത്തൊരു ക്യാവിറ്റി ഉണ്ടല്ലോ. യൂട്രസ് എന്ന് പറഞ്ഞാൽ എന്താ? അതിന്റെ അകത്തൊരു സ്പേസ് ഉണ്ടായിരിക്കും അല്ലെ? അതിനെയാണ് ല്യൂമൻ എന്ന് പറയുക. ല്യൂമൻ ഓഫ് യൂട്രസ്. ഈ രണ്ട് ടേമും നമുക്ക് കാര്യമായിട്ട് പഠിക്കാനില്ല, പരീക്ഷയ്ക്ക് വരേണ്ട ആവശ്യമില്ല, അത് നമുക്ക് പഠിക്കാനില്ലാത്തതാണ്. പക്ഷെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരാളാണ് ലോവർ പാർട്ട് ഓഫ് യൂട്രസ്. ഇതാണല്ലോ യൂട്രസ്. ഇത്രയും ഭാഗം നമ്മൾ യൂട്രസ് എന്നാ പറയാ. ഈ യൂട്രസിന്റെ ലോവർ പാർട്ട് നിങ്ങൾ കണ്ടോ? ഈ ലോവർ പാർട്ട് ഓഫ് യൂട്രസ്, ലോവർ പാർട്ട് ഓഫ് യൂട്രസിന് ഇത്രയും ഭാഗത്തിനെയാണ് നമ്മൾ സെർവിക്സ് എന്ന് വിളിക്കുന്നത്. സോ ദിസ് ഈസ് കോൾഡ് സെർവിക്സ്. ഓക്കെ, അപ്പം ഈ സെർവിക്സിന്റെ അകത്ത് നമുക്കൊരു സ്പേസ് കാണാൻ പറ്റും, ശരിയല്ലേ? ഞാൻ ഈ സെർവിക്സ് ഞാൻ മാർക്ക് ചെയ്തത് ഞാൻ മായ്ക്കുകയാണ്. സെർവിക്സിന്റെ അകത്ത്, അപ്പം ഈ റീജിയൻ ആണ് സെർവിക്കൽ റീജിയൻ എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പൊ സെർവിക്സ് എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? സെർവിക്സ് എന്ന് പറയുന്നത് യൂട്രസിന്റെ ഒരു പാർട്ട് തന്നെയാണ്. ലോവർ പാർട്ട് ഓഫ് യൂട്രസ് ഈസ് കോൾഡ് സെർവിക്സ്. അത് ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ സെർവിക്സിന്റെ അകത്ത് കൂടെ ഇങ്ങനെ ഒരു സ്പേസ് പോകുന്നത് നിങ്ങൾ കണ്ടോ? ഈ ഒരു കനാല് പോകുന്നത് കണ്ടോ? ഈ കനാലിന്റെ പേരാണ് സെർവിക്കൽ കനാൽ. സെർവിക്കൽ കനാൽ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറ, ഈ സെർവിക്കൽ കനാല് ഓപ്പൺ ചെയ്തു അല്ലെ? സെർവിക്കൽ കനാല് ഓപ്പൺ ചെയ്യുന്ന ഈ സ്ട്രക്ചറിലേക്കല്ലേ? ഈ സ്ട്രക്ചറിന്റെ പേര് എന്താണെന്ന് നിങ്ങൾ പറ. എന്താണ്? വജൈന. ശരിയല്ലേ? അപ്പൊ നോക്ക്, നമ്മൾ എന്താണ് സെർവിക്സ് എന്ന് പറഞ്ഞു? സെർവിക്സിന്റെ അകത്തുള്ള ഒരു സ്പേസിനെയാണ് നമ്മൾ, ഒരു കനാലിനെയാണ് നമ്മൾ സെർവിക്കൽ കനാൽ എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചു. സെർവിക്കൽ കനാല് ഓപ്പൺസ് ഇൻടു ഒരു ട്യൂബുള്ള ഒരു സ്പേസ് ആണ്, ഒരു മസ്കുലർ ട്യൂബ് ആണ്, ഇലാസ്റ്റിക് ട്യൂബ് ആണ്. ഇറ്റ് ഈസ് കോൾഡ് വജൈന. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. അപ്പം യൂട്രസിന്റെ ലോവർ പാർട്ടിനെയാണ് ആക്ച്വലി എന്തെന്ന് പറയുന്നത്? സെർവിക്സ് എന്ന് പറയുന്നത്. സെർവിക്സിന്റെ അകത്തുള്ള കനാലാണ് സെർവിക്കൽ കനാല്. അത് എങ്ങോട്ടേക്കാണ് ഓപ്പൺ ചെയ്യുന്നത്? ഇറ്റ് ഓപ്പൺസ് ഇൻടു വജൈന. ക്ലിയർ ആയിട്ട് മനസ്സിലായല്ലോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇനി യൂട്രസിന്റെ വാളിനെ കുറിച്ചാണ് നമുക്ക് പഠിക്കാനുള്ളത്. യൂട്രസിന് 3 വാളുകളാണുള്ളത്, 3 ലേയേഴ്സ് ആണ് ഉള്ളത്. ഒന്നാമത്തെ ലെയർ, ഔട്ടർ മോസ്റ്റ് ലെയർ നോക്ക്. ഔട്ടർ മോസ്റ്റ് ലെയർ, യൂട്രസ് എന്ന് പറഞ്ഞാൽ എന്താ? ഇതല്ലേ നമ്മളുടെ യൂട്രസ്. ഈ യൂട്രസിന്റെ ഔട്ടർ മോസ്റ്റ് ആയിട്ടുള്ള ഒരു മെംബ്രേനിയസ് ആയിട്ടുള്ള പൊതിഞ്ഞ് ഇരിക്കുന്ന ഈ വാളിനെയാണ് നമ്മൾ പെരിമെട്രിയം എന്ന് പറയുക. അപ്പം ഔട്ടർ മോസ്റ്റ് ആയിട്ടുള്ള വാളാണ് പെരിമെട്രിയം. പെരിമെട്രിയം എന്ന് പറയുന്നത് എന്താണ്? ഒരു കവറിങ് പോലെയാണ്, മെംബ്രേനിയസ് ആണ്. മെംബ്രേനിയസ് ആണ്. ക്ലിയർ ആണല്ലോ? ഇനി ഇന്നർ, മിഡിൽ ആയിട്ടുള്ള ഈ ഇന്നർ ഞാൻ ഇവിടെ കാണിക്കാം. ഈ ഇന്നർ പോർഷനിൽ കാണാൻ പറ്റുന്ന ഈ വാള്, ഈ ലെയറിനെയാണ് നമ്മൾ മയോമെട്രി എന്ന് പറയാ. നോക്കടാ, നിങ്ങൾ ഈ വാക്ക് ശ്രദ്ധിക്ക്. എന്താണ് ദ വേർഡ് മീനിങ് മയോ? മയോ എന്ന് പറഞ്ഞാൽ എന്താ? മയോസൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? മസിൽ സെല്ല് അല്ലെ? മയോ ഫൈബ്രിൽസ് എന്ന് പറഞ്ഞാൽ മസിൽ ഫിലമെന്റ്സ്, ശരിയല്ലേ? അപ്പൊ മയോ എന്ന് പറഞ്ഞാൽ എന്താ? മസില്. ആ മസിലിന്റെ അകത്ത്, അതായത് ആ മയോമെട്രി എന്ന് പറഞ്ഞ വാൾസിന്റെ അകത്ത് എന്താണ് ഉള്ളത്?
ഈ മയോമെട്രി എന്ന് പറഞ്ഞ വാൾസിന്റെ അകത്ത് എന്താ ഉള്ളത്? മസിൽസ് ആണുള്ളത്. മസിൽസ് 3 ടൈപ്പ് ഉണ്ട് നിങ്ങൾ പഠിച്ചിട്ടില്ലേ? സ്കെൽറ്റൽ മസിൽ ഉണ്ട്, സ്മൂത്ത് മസിൽ ഉണ്ട്, കാർഡിയാക് മസിൽ ഉണ്ട്. ഏത് ടൈപ്പ് മസിലാണുള്ളതെന്ന് അറിയോ? സ്മൂത്ത് മസിൽ ആണുള്ളത്. ഈ സ്മൂത്ത് മസിൽസിന്റെ പ്രത്യേകത എന്താ? നമുക്ക് സ്വന്തമായിട്ട് സ്മൂത്ത് മസിൽസിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുമോ? ഇല്ല അല്ലെ? ഇൻവോളണ്ടറി കൺട്രോൾ ഉള്ള മസിൽസ് ആണ് സ്മൂത്ത് മസിൽസ്. അപ്പൊ നമുക്ക് മയോമെട്രിയത്തിന്റെ അല്ലെങ്കിൽ എൻഡോമെട്രിയത്തിന്റെ മസിൽസിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാല് പറ്റുമോ? ഇല്ല. അപ്പൊ ആ കാര്യം നമുക്ക് മനസ്സിലായി. സോ മിഡിൽ ലെയർ എന്ന് പറയുന്നത് ആരാണ്? രണ്ടാമത്തെ 3 ലെയർ ആണുള്ളതെന്നാ പറഞ്ഞത്. രണ്ടാമത്തെ ലെയർ അതായത് മിഡിൽ ലെയർ ആരാണ്? മയോമെട്രിയം. മയോമെട്രിയം എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയത്? സ്മൂത്ത് മസിൽസ് കൊണ്ടാണ് ഉണ്ടാക്കിയത്. സ്മൂത്ത് മസിൽസ്. എന്താ സ്മൂത്ത് മസിൽസിന്റെ പ്രത്യേകത എന്ന് ഞാൻ ഇനി പറയണ്ടല്ലോ. നമുക്ക് സ്വന്തമായിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത മസിലാണ്. ഇനി അടുത്ത ലെയർ എന്ന് പറയുന്നത് ഇന്നർമോസ്റ്റ് ലെയർ. ഇന്നർമോസ്റ്റ് ലെയർ, ഞാൻ ഈ വരച്ച ഇന്നർമോസ്റ്റ് ലെയർ, ഇതാണ് ഇന്നർമോസ്റ്റ് ലെയർ. ഈ ഇന്നർമോസ്റ്റ് ലെയർ ഈസ് കോൾഡ് എൻഡോ എന്ന് പറഞ്ഞാലല്ലേ അകം. ഇറ്റ് ഈസ് കോൾഡ് എൻഡോമെട്രിയം. എൻഡോമെട്രിയം എന്നാണ് ഇന്നർമോസ്റ്റ് ലെയറിന്റെ പേര്. അപ്പം ഔട്ടർ മോസ്റ്റ് ലെയർ പെരിമെട്രിയം, മിഡിൽ ലെയർ മയോമെട്രിയം ആൻഡ് ഇന്നർമോസ്റ്റ് ലെയർ ഈസ് കോൾഡ് എൻഡോമെട്രിയം. ഈ എൻഡോമെട്രിയത്തിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാല്, ഈ എൻഡോമെട്രിയത്തിന്റെ അകത്ത് ഒരുപാട് ഗ്ലാൻഡുകൾ ഉണ്ട്. അപ്പൊ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ എൻഡോമെട്രിയത്തിന്റെ അകത്ത് ഗ്ലാൻഡുകൾ കാണാൻ പറ്റും എന്ന് ഞാൻ പറഞ്ഞു. ഈ ഗ്ലാൻഡ് എന്നുള്ളതുകൊണ്ട് നമ്മൾ എന്താ ഉദ്ദേശിക്കുന്നത്? ഈ ഗ്ലാൻഡ് സം കെമിക്കൽസ് സെക്രീറ്റ് ചെയ്യുന്നുണ്ട്, മ്യൂക്കസ് ഒക്കെ സെക്രീറ്റ് ചെയ്യുന്നുണ്ട് എൻഡോമെട്രിയത്തിന്റെ ഗ്ലാൻഡുകൾ. അത് ആ മ്യൂക്കസ് എവിടെയായിരിക്കും എത്തുക? നമ്മുടെ യൂട്രസിന്റെ ക്യാവിറ്റിയിലേക്കായിരിക്കും എത്തുന്നത്. ക്ലിയർ അല്ലേ? അപ്പം എന്താ ഈ എൻഡോമെട്രിയത്തിന്റെ പ്രത്യേകതയായിട്ട് നമുക്ക് പഠിക്കേണ്ടത്? എൻഡോമെട്രിയത്തിന്റെ റെലവൻസ് എന്ന് പറയുന്നത് എന്താ? ഇയാളൊരു ഗ്ലാൻഡുലാർ ആയിട്ടുള്ള ഒരു ലെയർ ആണ്. ഓക്കെ, ഇനി നമുക്ക് ഒന്നും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് ഒന്ന് സമ്മറൈസ് ചെയ്യാം. യൂട്രസിന്റെ അകത്ത്, അതായത് നമ്മുടെ വൂമിനകത്ത് അല്ലെങ്കിൽ ഗർഭപാത്രത്തിന് 3 ലെയേഴ്സ് ആണുള്ളത്. ഗർഭപാത്രത്തിന് പൊതിഞ്ഞിരിക്കുന്ന ലെയർ ഒരു മെംബ്രേനിയസ് ആയിട്ടുള്ള ലെയർ ആണ്. ദാറ്റ് ഈസ് കോൾഡ് ഔട്ടർ മോസ്റ്റ് ലെയർ ഈസ് കോൾഡ് പെരിമെട്രിയം ആൻഡ് മിഡിൽ ലെയർ ഈസ് കോൾഡ് മയോമെട്രിയം. മയോ മീനിങ് മസിൽ. അപ്പൊ ഉണ്ടാക്കിയത് സ്മൂത്ത് മസിൽസ് കൊണ്ടാണ്, നമുക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. ആൻഡ് ഇന്നർമോസ്റ്റ് ലെയർ ഈസ് കോൾഡ് എൻഡോമെട്രിയം. എൻഡോമെട്രിയം ഈസ് ഗ്ലാൻഡുലാർ. ഒരുപാട് ഗ്ലാൻഡുകളുള്ള സംതിങ് സെക്രീറ്റ് ചെയ്യുന്ന മ്യൂക്കസ് പോലുള്ള സെക്രീറ്റ് ചെയ്യുന്ന ഗ്ലാൻഡ് എൻഡോമെട്രിയത്തിന്റെ അകത്തുണ്ട്. ക്ലിയർ ആയിട്ട് മനസ്സിലായല്ലോ? അങ്ങനെയാണെങ്കിൽ നോക്ക്, ഈ സ്മൂത്ത് മസിൽസിന്റെ റെലവൻസ് എന്തിനായിരിക്കും ഇവിടെ? സ്മൂത്ത് മസിൽസ് അല്ലെങ്കിൽ മയോമെട്രിയത്തിന്റെ റെലവൻസ് എന്ന് ചോദിച്ചാൽ എന്തിനു വേണ്ടിയിട്ടായിരിക്കും? നമുക്കറിയാം യൂട്രസിന്റെ അകത്താണ് കുട്ടി വളരുന്നത്, ശരിയല്ലേ? ഫീറ്റൽ ഡെവലപ്മെന്റ് 9 മാസം കൊണ്ട് കംപ്ലീറ്റ് ആയിട്ട് പാർച്ചുറേഷൻ നടക്കും, ഡെലിവറി നടക്കും. ഡെലിവറി എന്ന് പറഞ്ഞാൽ എന്താ? ഈ സ്മൂത്ത് മസിൽസ് വിഗറസ് ആയിട്ട് കൺട്രാക്ട് ചെയ്യുമ്പം ഇതിന്റെ അകത്തുള്ള കുട്ടി പുറത്തേക്ക് വരും. അതാണ് ഡെലിവറി. അപ്പൊ ഡെലിവറി നടക്കണമെങ്കിൽ ആരാണ് വർക്ക് ചെയ്യേണ്ടത്? സ്മൂത്ത് മസിൽസ് ആണ് വർക്ക് ചെയ്യേണ്ടത്. സോ സ്മൂത്ത് മസിൽസ് ഓഫ് നമ്മളുടെ യൂട്രസിനെയാണ് നമ്മൾ മയോമെട്രിയം എന്ന് പറയും. സോ മയോമെട്രിയൽ കൺട്രാക്ഷൻ കാരണമാണ് കുട്ടി പുറത്തേക്ക് വരുന്നത്. അതാണ് മയോമെട്രിയത്തിന്റെ ഒരു റെലവൻസ് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? ഇനി രണ്ടാമത്തെ ആൾ എന്ന് പറയുന്നത് എൻഡോമെട്രിയം. എന്താ എൻഡോമെട്രിയത്തിന്റെ റെലവൻസ് എന്ന് പറയുന്നത്? നോക്ക്, ഈ എൻഡോമെട്രിയം നമ്മളിപ്പോ നോക്കുകയാണെങ്കിൽ ഇപ്പൊ എൻഡോമെട്രിയത്തിന് ഇത്രയും കട്ടിയുണ്ട്. ഞാൻ ഈ വയലറ്റ് കളറിൽ വരച്ചതല്ലേ എൻഡോമെട്രിയം. എൻഡോമെട്രിയം ഹോർമോണൽ ചേഞ്ചിനനുസരിച്ച് എൻഡോമെട്രിയത്തിന്റെ കട്ടി കൂടുകയും കുറയുകയും ചെയ്യും. അതായത് ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ ഇത്രയും കട്ടി ഉണ്ട് എന്ന് പറഞ്ഞില്ലേ? ഇപ്പം നോക്ക്, ഞാൻ കാണിക്കാം. ഇപ്പൊ ഇത്രയും കട്ടി എൻഡോമെട്രിയത്തിനുണ്ട്. ഓക്കെ, ഇപ്പൊ ഇത്രയും കട്ടി എൻഡോമെട്രിയത്തിന് ഉണ്ടെന്ന് വിചാരിച്ചോ. ആ കട്ടി കുറഞ്ഞു വരും. എന്തിനനുസരിച്ച്? ഈ കട്ടി കുറഞ്ഞുകൊണ്ടിരിക്കും, ഓരോ മാസവും കുറയും. ഇതിനാണ് ഷെഡിങ് ഓഫ് എൻഡോമെട്രി എന്ന് പറയാം. ഇനി അടുത്ത മാസം ആകുമ്പോൾ, അതായത് സൈക്ലിക് ആയിട്ട് ഇത് കുറയുകയും കൂടുകയും ചെയ്യും. അപ്പൊ ചില മാസത്തിന്റെ ആദ്യത്തെ സമയത്ത് എന്ത് ചെയ്യും? കുറയും, വീണ്ടും അത് കൂടും, വീണ്ടും കുറയും. അങ്ങനെ സൈക്ലിക് ആയിട്ട് എൻഡോമെട്രിയത്തിന്റെ തിക്നെസ് മാറിക്കൊണ്ടിരിക്കും. ഈ ഷെഡ് ചെയ്ത് പൊഴിഞ്ഞു പോകുന്ന എൻഡോമെട്രിയത്തിന്റെ വാള്,
അതാണ് മെൻസ്ട്രൽ ഫ്ലോയിൽ ഉണ്ടാവുക. അപ്പൊ മെൻസ്ട്രേഷന്റെ സമയത്ത് ബ്ലീഡിങ് ഉണ്ടാവാനുള്ള കാരണം എൻഡോമെട്രിയം ഷെഡ് ചെയ്യുന്നതുകൊണ്ടാണ്. സൈക്ലിക് ചേഞ്ചസ് അല്ലെങ്കിൽ സൈക്ലിക് ആയിട്ട് ഷെഡ് ചെയ്യുന്ന വാൾ ലെയർ ഓഫ് യൂട്രസ് ഏതാന്ന് ചോദിച്ചാൽ ദാറ്റ് ഈസ് എൻഡോമെട്രിയം. അപ്പൊ ഇവിടെ വാൾസിനെ കുറിച്ച് നമ്മൾ പറയുമ്പം രണ്ടാൾക്കാർ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. മയോമെട്രിയം ഡെലിവറിന്റെ സമയത്ത് കൺട്രാക്ട് ചെയ്യുന്ന ലെയർ ആണ്, ആൻഡ് സെക്കൻഡ് വൺ ഈസ് കോൾഡ് എൻഡോമെട്രിയം. എൻഡോമെട്രിയത്തിന്റെ റെലവൻസ് എന്താണ്? എൻഡോമെട്രിയം ആണ് സൈക്ലിക് ചേഞ്ചസ് സംഭവിക്കുന്നത്. എങ്ങനെയാണ്? ഹോർമോൺസ് മാറുന്നതിനനുസരിച്ച് ഹോർമോണിന്റെ ബേസിസിലാണ്, ഹോർമോണിന്റെ ചേഞ്ചിന്റെ ബേസിസിലാണ് ഷെഡിങ് നടക്കുന്നത്. ക്ലിയർ ആണല്ലോ? സോ 3 ലേയേഴ്സും എന്താന്നുള്ളത് നമ്മൾ അടിപൊളിയായിട്ട് പഠിച്ചു. ഇനി നമ്മൾ ഇപ്പൊ നേരത്തെ കണ്ടത് എന്താ? യൂട്രസ് ആണ് അല്ലെ? യൂട്രസ് നമ്മൾ കണ്ടു. യൂട്രസിന്റെ ലോവർ പോർഷൻ ഈസ് കോൾഡ് സെർവിക്സ്. ഇതാണ് സെർവിക്കൽ കനാല്. സെർവിക്കൽ കനാല് ഓപ്പൺസ് ഇൻ ടു വജൈന അല്ലെ? അപ്പൊ നമ്മൾ ഈ കാണുന്ന ഭാഗമാണ് ദിസ് ഈസ് കോൾഡ് വജൈന. വജൈന എന്ന് പറയുന്നത് ഒരു ട്യൂബ് പോലെയുള്ള സ്ട്രക്ചർ ആണ്. ട്യൂബുലർ ആയിട്ടുള്ള സ്ട്രക്ചർ ആണ്. മെയ്ഡ് അപ്പ് ഓഫ് മസിൽസ്, മസ്കുലർ ആയിട്ടുള്ള സ്ട്രക്ചർ ആണ്. ആൻഡ് ഇലാസ്റ്റിക് ആണ്, സ്ട്രെച്ചബിൾ ആണ്, ഇലാസ്റ്റിക് ആണ്, ഇലാസ്റ്റിക് സ്ട്രക്ചർ ആണ്. അപ്പൊ ഇത്രയും ഫീച്ചേഴ്സ് ആണ് ആർക്കുള്ളത്? വജൈനയ്ക്കുള്ളത്. സോ വജൈന ഇസ് എ ട്യൂബുലർ, മസ്കുലർ ആൻഡ് ഇലാസ്റ്റിക് സ്ട്രക്ചർ. ക്ലിയർ അല്ലേ? എന്താണ് വജൈനന്റെ റോള്? വജൈനന്റെ റോൾ എന്ന് പറയുന്നത്, വജൈന ഈസ് ദ കോപ്പുലേറ്ററി ഓർഗൻ. ഇൻസെമിനേറ്റ് ചെയ്യുമ്പം, ഇൻസെമിനേഷന്റെ സമയത്ത് സെമന്റെ ഡെപ്പോസിഷൻ നടക്കുന്നത് എവിടെയാന്ന് ചോദിച്ചാൽ എവിടെയാണ്? sperms are deposited inside vagina. So vagina എന്ന് പറയുന്നത് ഫീമെയിൽസിന്റെ കോപ്പുലേറ്ററി ഓർഗൻ ആണ്. ഇൻസെമിനേഷൻ ഫെസിലിറ്റേറ്റ് ചെയ്യുന്ന ഓർഗനെയാണ് നമ്മൾ കോപ്പുലേറ്ററി ഓർഗൻ എന്ന് പറയാം. ശരിയല്ലേ? സോ വജൈനന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് ഇൻസെമിനേഷൻ ആണ്. ക്ലിയർ ആണല്ലോ? ഫീച്ചേഴ്സ് ഓഫ് ട്യൂബുലർ, മസ്കുലർ ആൻഡ് ഇലാസ്റ്റിക് സ്ട്രക്ചർ ആണ് വജൈന എന്ന് പറയുന്നത്. ഇനി ഒരു കുട്ടി പുറത്തേക്ക് വരുമ്പോൾ, അതായത് ഒരു അമ്മ ഒരു കുട്ടീനെ പ്രസവിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ആയിരിക്കും ഒരു ഫുള്ളി ഡെവലപ്ഡ് ഫീറ്റസ് എന്ന് പറയുന്നത്. ഈ കുട്ടി പ്രസവിക്കുന്ന സമയത്ത്, ഈ കുട്ടി പുറത്തേക്ക് വരുന്ന സമയത്ത് ആദ്യമായിട്ട് ആ കുട്ടിയുടെ തല, ഹെഡാണ് പുറത്തേക്ക് വരിക. ഏത് റീജിയനിലൂടെയാണ് പുറത്തേക്ക് കുട്ടി വരിക എന്ന് ചോദിച്ചാല് നോക്ക്, ഏതിലൂടെ? ഈ താഴെ ഭാഗത്ത് കൂടിയല്ലേ വരുന്നത്. ഇതല്ലേടാ സെർവിക്സ് എന്ന് പറയുന്നത്, ഇതല്ലേ സെർവിക്കൽ കനാല്, ഇതല്ലേ വജൈന, ശരിയല്ലേ? അപ്പൊ നോക്ക്, ഏതിലൂടെയാണ് കുട്ടി പുറത്തേക്ക് വരിക? ത്രൂ സെർവിക്കൽ കനാല് ആൻഡ് വജൈന. ഇത്രയും ഭാഗത്ത് കൂടെ, ഈ ഒരു റീജിയനിലൂടെ അല്ലേ കുട്ടി പുറത്തേക്ക് വരാൻ പോകുന്നത്. സോ ബേർത്ത് ഫെസിലിറ്റേറ്റ് ചെയ്യുന്ന ആ ഒരു പാത്വേ എന്ന് പറയുന്നത് ആരാണ്? ആ ഒരു കനാൽ എന്ന് പറയുന്നത് ആരാണ്? സെർവിക്കൽ കനാല്. സെർവിക്കൽ കനാലിലൂടെയും പ്ലസ് വജൈന, ഇത്രയും ആൾക്കാരാണല്ലോ, ഇതിലൂടെയാണല്ലോ ബേർത്ത് നടക്കുന്നത്. സോ ഈ ഭാഗം ഈസ് ഓൾസോ കോൾഡ് ബേർത്ത് കനാൽ. സോ വാട്ട് ഈസ് ബേർത്ത് കനാൽ? സെർവിക്കൽ കനാൽ പ്ലസ് വജൈന ഈസ് കോൾഡ് ബേർത്ത് കനാൽ. ക്ലിയർ? അപ്പൊ ബേർത്ത് കനാലും എന്താ എന്നുള്ളത് നമ്മൾ പഠിച്ചു. ഇനി അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് ഫീമെയിൽ എക്സ്റ്റേണൽ ജെനൈറ്റാലിയാണ്. എന്താ എക്സ്റ്റേണൽ ജെനൈറ്റാലിയ എന്ന് പറഞ്ഞാല്? എക്സ്റ്റേണൽ ജെനൈറ്റാലിയ, അപ്പൊ നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ്? ഫീമെയിൽ എക്സ്റ്റേണൽ ജെനൈറ്റാലിയ. എക്സ്റ്റേണൽ ജെനൈറ്റാലിയ എന്ന് പറഞ്ഞാല് പുറത്തേക്ക് കാണുന്ന റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചേഴ്സ്. എക്സ്റ്റേണൽ മീൻസ് പുറത്ത്, ജെനൈറ്റാലിയ മീൻസ് റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചേഴ്സ്. പുറത്തേക്ക് എന്ന് പറഞ്ഞാൽ പുറത്തേക്ക് കാണുന്നത് വജൈനയ്ക്ക് പുറമേ ഉള്ള സ്ട്രക്ചേഴ്സിനെയാണ് നമ്മൾ എക്സ്റ്റേണൽ ജെനൈറ്റാലിയ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ വജൈനേന്റെ കാര്യം നമ്മൾ പറഞ്ഞു അല്ലേ? അപ്പൊ വജൈനയിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഈ ട്യൂബുലർ, മസ്കുലർ ആയിട്ടുള്ള ഇലാസ്റ്റിക് പാർട്ടിനെയാണ് നമ്മൾ വജൈന എന്ന് പറയാ. വജൈനയ്ക്ക് പുറത്തേക്ക് ഒരു ഓപ്പണിംഗ് ഉണ്ട്. ഈ ഓപ്പണിങ്ങിനെയാണ് നമ്മൾ വജൈനൽ ഓപ്പണിംഗ് അല്ലെങ്കിൽ വജൈനൽ ഒറിഫിസ് എന്ന് പറയുന്നത്. വജൈനൽ ഒറിഫിസ്. വാട്ട് ഈസ് ഒറിഫിസ്? ഒറിഫിസ് ഈസ് നത്തിങ് ബട്ട് എ ഓപ്പണിംഗ്. ഏതൊരു ഓപ്പണിങ്ങിന് നമ്മൾ ഒറിഫിസ് എന്നാണ് പറയാ. സോ വജൈനൽ ഓപ്പണിങ്ങിന് നമ്മൾ എന്താ പറയാ? വജൈനൽ ഒറിഫിസ് എന്നാണ് പറയാ. ക്ലിയർ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ നോക്ക്, ഈ വജൈനയ്ക്ക് പുറമേ ഉള്ള എക്സ്റ്റേണലി വിസിബിൾ ആയിട്ടുള്ള റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചേഴ്സിനെയാണ് നമ്മൾ ഫീമെയിൽ എക്സ്റ്റേണൽ ജെനൈറ്റാലിയ എന്ന് പറയാ. ഫീമെയിൽ എക്സ്റ്റേണൽ ജെനൈറ്റാലിയ ഈസ് അതർവൈസ് കോൾഡ്, വേറൊരു പേരുണ്ട്, ഇറ്റ് ഈസ് കോൾഡ് വൾവ. ഓക്കെ, അപ്പൊ നോക്ക്, അപ്പൊ നമ്മൾ ഫീമെയിൽ എക്സ്റ്റേണൽ അനാട്ടമി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ
ഇതാണ് വജൈനയ്ക്ക് പുറമേ കാണുന്ന റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചേഴ്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഫീമെയിൽ എക്സ്റ്റേണൽ ജെനൈറ്റാലിയ എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞു ഹിപ്പ് ബോൺ കൂടി ചേരുന്ന ഭാഗത്തെ ജോയിന്റിനെയാണ് നമ്മൾ പ്യൂബിക് സിംഫൈസിസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ പ്യൂബിക് ബോൺ അല്ലെങ്കിൽ പ്യൂബിക് സിംഫൈസിസിന്റെ മുൻവശത്തായിട്ട് ഒരു ഹമ്പ് പോലെ ഫീമെയിൽസിൽ കാണാൻ പറ്റും. അതില് ഒരുപാട് ടിഷ്യൂസ് വന്നിട്ട് ഒരു ഫാറ്റ് ടിഷ്യൂ ലെയർ ആയിട്ട് മാറിയിട്ടുണ്ടാവും ഈ ഹമ്പ് പോലുള്ള റീജിയൻ. ഈ റീജിയനെയാണ് നമ്മൾ പ്യൂബിക് സിംഫൈസിസിന്റെ മുകളിലുള്ള ഭാഗം, അതിനെയാണ് നമ്മൾ മോൺസ് പ്യൂബിസ് എന്ന് പറയുക. മോൺസ് പ്യൂബിസ്. അപ്പം പ്യൂബേർട്ടീന്റെ ഒക്കെ സമയത്ത് ഈ മോൺസ് പ്യൂബിസിന്റെ മുകളിൽ ഹെയറി ആയിട്ട് മാറിയിട്ടുണ്ടാവും. ആൻഡ് ഇതിനെയാണ് നമ്മൾ ഈ ഹെയർസിനെയാണ് നമ്മൾ പ്യൂബിക് ഹെയർ എന്ന് പറയുക. പ്യൂബേർട്ടീന്റെ സമയത്താണ് സംഭവിക്കുന്നത്. ഓക്കെ, അപ്പൊ അതാണ് മോൺസ് പ്യൂബിസ്. മോൺസ് പ്യൂബിസ് ആണ് നമ്മളുടെ എക്സ്റ്റേണൽ ജെനൈറ്റാലിയയുടെ ഒന്നാമത്തെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇനി ഒരു തിക്ക് ഫോൾഡ് പുറത്തു കൂടെ ഒരു തിക്ക് ഫോൾഡ് ഉണ്ടാവും ചുറ്റുവട്ടത്തായിട്ട്, അതായത് വജൈനൽ ഓപ്പണിങ്ങിന്റെ ഒക്കെ ചുറ്റുമായിട്ടൊരു തിക്ക് ഫോൾഡ് നമുക്ക് കാണാൻ പറ്റും. ഒരു തിക്കായിട്ടുള്ള അതിനെ നമ്മൾ ഔട്ടർ ലിപ്പ് എന്ന് പറയും, അല്ലെങ്കിൽ ടെക്നിക്കലി ലാബിയ മെജോറ എന്ന് പറയും. ഇനി ലാബിയ മെജോറന്റെ അകത്ത് നമുക്ക് എന്ത് കാണാൻ പറ്റും? ഒരു തിന്നായിട്ടുള്ള ഫോൾഡിങ് കാണാൻ പറ്റും. ഒരു തിൻ ഫോൾഡിങ് കാണാൻ പറ്റും. ഈ തിൻ ഫോൾഡിങ്ങിനെയാണ് നമ്മൾ ഇന്നർ ലിപ്പ് അല്ലെങ്കിൽ ലാബിയ മൈനോറ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇനി ഈ ലാബിയ മൈനോറ മുകൾ ഭാഗത്ത് ജോയിൻ ചെയ്യുന്ന ഈ ഒരു ഭാഗത്ത് ഇവിടെ നമുക്ക് ഒരു ടൈനി ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻ കാണാൻ പറ്റും. ഇറ്റ് ഈസ് കോൾഡ് ക്ലൈറ്റോറിസ്. ഓക്കെ, അപ്പൊ നാലാളെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. സോ മോൺസ് പ്യൂബിസ് നമ്മൾ പറഞ്ഞു, പുറമേയുള്ള ഔട്ടർ ലിപ്പ് ഈസ് കോൾഡ് ലാബിയ മെജോറ ആൻഡ് ഇന്നർ ലിപ്പ് ഈസ് കോൾഡ് ലാബിയ മൈനോറ. ഇന്നർ ലിപ്പ് കൂടി ചേരുന്ന ഭാഗത്ത് മുകൾ വശത്തായിട്ട് എ ടൈനി ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻ കാണാൻ പറ്റും. ദാറ്റ് ഈസ് കോൾഡ് ക്ലൈറ്റോറിസ്. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ ആര് കാണാൻ പറ്റും? വജൈനൽ ഓപ്പണിങ് കാണാൻ പറ്റും. വജൈനൽ ഓപ്പണിങ്ങിനെ പാർഷ്യലി ഒരു മെംബ്രെയിൻ വെച്ച് കവർ ചെയ്തിട്ടുണ്ടായിരിക്കും. ആ മെംബ്രെയിൻ ഈസ് കോൾഡ് ഹൈമൻ. ഓക്കെ, അപ്പൊ നമ്മൾ എത്ര ഫീമെയിൽ എക്സ്റ്റേണൽ ജെനൈറ്റാലിയ പഠിച്ചു? മോൺസ് പ്യൂബിസ് എന്താന്ന് പഠിച്ചു. ഈ റീജിയനാണ് നമ്മൾ മോൺസ് പ്യൂബിസ് എന്ന് പറയുന്നത്. ഇനി ലാബിയ മെജോറ എന്ന് പറയുന്നത് ഔട്ടർ ആയിട്ട് കാണുന്ന തിക്ക് ഫോൾഡ് ആണ്. ഇനി ലാബിയ മൈനോറ എന്ന് പറയുന്നത് ലാബിയ മെജോറന്റെ അകത്ത് കാണുന്ന തിൻ ഫോൾഡ് ആണ്. ഈ ലാബിയ മൈനോറ കൂടി ചേരുന്ന മുകൾ വശത്ത് ഒരു ടൈനി ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻ കാണാൻ പറ്റും. ദാറ്റ് ഈസ് കോൾഡ് ക്ലൈറ്റോറിസ്. ഇവിടെ നമുക്ക് എന്ത് കാണാൻ പറ്റും? വജൈനൽ ഓപ്പണിങ്. വജൈനൽ ഓപ്പണിങ്ങിനെ പാർഷ്യലി കവർ ചെയ്യുന്ന ഒരു മെംബ്രെയിൻ ആണ് നമ്മൾ ഹൈമൻ എന്ന് പറയുക. അപ്പോ ഈ ഹൈമൻ നമ്മളുടെ സമൂഹത്തിൽ ഒരുപാട് പേർക്ക് ഒരു കൺഫ്യൂഷൻ ഉള്ള ഒരു കാര്യമാണ്. അപ്പൊ എന്താണ് കൃത്യമായിട്ട് ഹൈമൻ എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ നിങ്ങൾക്ക് ഹൈമൻ എന്താ എന്നുള്ളത് പറഞ്ഞുതരാം. നോക്ക്, നമ്മൾ ഈ കാണുന്ന ഒരു എക്സാമ്പിൾ എടുക്കാം. ഈ കാണുന്നതാണ് വജൈനൽ ഓപ്പണിങ്. ഓക്കെ, ഈ വജൈനൽ ഓപ്പണിങ്ങിന്റെ ഇവിടെ മാത്രമേ ഓപ്പണിംഗ് ഉള്ളൂ, ശരിയല്ലേ? അപ്പൊ വജൈനൽ ഓപ്പണിങ് ഈസ് പാർഷ്യലി കവേർഡ് ബൈ, ഇത്രയും ആൾക്കാർ പാർഷ്യലി കവർ ചെയ്തിട്ടുണ്ടല്ലോ, ഇതിനെയാണ് നമ്മൾ ഹൈമൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾ ഈ കാണുന്നതൊക്കെ എന്താണ്? നിങ്ങൾ ഈ കാണുന്നതൊക്കെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഹൈമൻ ആണ്. ചില ആളുകൾക്ക്, ചില സ്ത്രീകളിൽ ഇങ്ങനെയായിരിക്കും ഹൈമൻ ഉണ്ടാവുക, ചില ആളുകൾക്ക് ഇങ്ങനെയായിരിക്കും ഹൈമൻ ഉണ്ടാവുക, ചില ആൾക്കാർക്ക് ഇങ്ങനെ പെർഫറേറ്റഡ് ആയിട്ടായിരിക്കും, ചില ആൾക്കാർക്ക് തീരെ ഹൈമൻ കാണാനേ സാധിക്കില്ല. ഇനി കംപ്ലീറ്റ്ലി വജൈനൽ ഓപ്പണിങ് മൂടിക്കിടക്കുന്ന മെംബ്രെയിൻ കൊണ്ട് കവർ ചെയ്ത് ചില കുട്ടികളും ജനിക്കാറുണ്ട്. ഇത് ആക്ച്വലി ഒരു മെഡിക്കൽ കേസാണ്. അതായത് ഇത് ശരിക്കും ട്രീറ്റ് ചെയ്യേണ്ട ഒരു അവസ്ഥയാണ്. ബാക്കി നിങ്ങൾ എല്ലാ കാണുന്ന ഹൈമൻ എന്ന് പറയുന്നതും നോർമൽ ആണ്. പക്ഷെ ഈ പറയുന്ന ഇൻപെർഫറേറ്റ് ആയിട്ടുള്ള, അതായത് ഹോൾസ് ഒന്നും ഇല്ലാത്ത വജൈനൽ ഓപ്പണിംഗ് കംപ്ലീറ്റ്ലി കവർ ചെയ്യുന്നുണ്ട് എങ്കിൽ അത് ട്രീറ്റ് ചെയ്യേണ്ട ഒരു അവസ്ഥയാണ്. കാരണം എന്താ? ഒരു പെൺകുട്ടി പ്യൂബേർട്ടി ഒക്കെ അറ്റൈൻ ചെയ്ത് മെൻസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് മെൻസ്ട്രൽ ഫ്ലോ പുറത്തേക്ക് ഉണ്ടാവില്ല. അപ്പം ഒരു ഡോക്ടറെ അടുത്ത് പോവുക, ഗൈനക്കോളജിസ്റ്റിന്റെ അടുത്ത് പോവുക, പെർഫറേഷൻ ഉണ്ടാക്കണം, ചെറിയ ഒരു മൈനർ സർജറി ആവശ്യമുണ്ടായിരിക്കും. അപ്പൊ ഈ കാണുന്ന എല്ലാതും എന്താണ്? ഹൈമൻ ആണ്.
ശരിയല്ലേ? ചില ആളുകൾ ഇങ്ങനെ ജനിക്കാറുണ്ട്, ചില ആളുകൾ ഇങ്ങനെ ജനിക്കാറുണ്ട്, ചില ആളുകൾ ഇങ്ങനെ ജനിക്കാറുണ്ട്. അപ്പൊ ഇതെല്ലാം ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഹൈമൻ ആണ്. ഇതെല്ലാം നോർമൽ ആണ് എക്സെപ്റ്റ് ദിസ്. ഈ ഹൈമൻ മാത്രം നോർമൽ അല്ല. ക്ലിയർ അല്ലേ? അപ്പൊ നോക്ക്, ഇങ്ങനെയും ആളുകൾ ജനിക്കാറുണ്ട്, ശരിയല്ലേ? അത് ഹൈമൻ ആണ്. ഇങ്ങനെയുമാണ് ആളുകൾ ജനിക്കാറുണ്ട്, അല്ലേ? അപ്പൊ ഒരിക്കലും ഈ സമൂഹത്തിലുള്ള ഒരു മിസ്കോൺസെപ്ഷൻ ആണ് ഹൈമൻ ഒരു വിർജിനിറ്റിന്റെ ഇൻഡിക്കേറ്റർ ആയിട്ട് ആളുകൾ കൺസിഡർ ചെയ്യും. അതായത് എന്താ വിർജിനിറ്റി എന്ന് പറഞ്ഞാല്? അപ്പൊ എന്താ വിർജിനിറ്റി എന്ന് പറഞ്ഞാല്? വിർജിനിറ്റി എന്ന് പറഞ്ഞാല് പ്രീവിയസ് ആയിട്ട് ആരോടും സെക്ഷൽ ഇന്റർകോഴ്സിൽ ഏർപ്പെടാത്ത ഒരാളെയാണ് നമ്മൾ വിർജിൻ എന്ന് വിളിക്കുന്നത്, അല്ലെ? അപ്പൊ അവരുടെ ധാരണ എന്ന് പറയുന്നത് ഒരു പെൺകുട്ടി, വിർജിൻ ആയിട്ടുള്ള ഒരു പെൺകുട്ടിയുടെ വജൈനൽ ഓപ്പണിങ് ഹൈമൻ കൊണ്ട് കവർ ചെയ്തിട്ടുണ്ടായിരിക്കും എന്നാണ്. ഇതുപോലെയോ ഒക്കെ ആയിരിക്കും ഹൈമൻ എന്നാണ്. ആഫ്റ്റർ ഇന്റർകോഴ്സ്, സെക്ഷൽ ഇന്റർകോഴ്സിന് ശേഷം ഫസ്റ്റ് ആയിട്ട് സെക്ഷൽ ഇന്റർകോഴ്സിൽ ഏർപ്പെടുമ്പോൾ ഈ ഹൈമൻ ബ്രേക്ക് ചെയ്യുകയും ഹൈമൻ ബ്രേക്ക് ചെയ്ത് ഇതുപോലെ മാറുകയും ചെയ്യും എന്നാണ് ആൾക്കാർ വിചാരിക്കുന്നത്. ഓക്കെ, അപ്പോ പലപ്പോഴും ഹൈമൻ ഉണ്ട് എന്നത് വിർജിനിറ്റിന്റെ ഒരു ഇൻഡിക്കേറ്റർ ആയി കാണുന്ന ഒരു സമൂഹമാണ്. അത് സയന്റിഫിക്കലി ഭയങ്കര ഇൻഅപ്രോപ്രിയേറ്റ് ആണ്. കാരണം എന്താന്ന് ചോദിച്ചാല്, നോക്ക്, ഇങ്ങനെ ഒരു പെൺകുട്ടി ജനിക്കുന്നുണ്ട്, ആ പെൺകുട്ടിക്ക് പ്രീവിയസ് ആയിട്ടുള്ള ഒരു സെക്ഷൽ എക്സ്പീരിയൻസ് ഉണ്ടാവണം എന്ന് യാതൊരു നിർബന്ധവും ഇല്ല. അപ്പൊ ഇങ്ങനെയുള്ള ഒരാൾ, സാധാരണ ഒരാൾ എന്താ വിചാരിക്കുക? സെക്ഷൽ എൻകൗണ്ടർ കഴിഞ്ഞ ആളാണ്, വിർജിൻ അല്ല എന്നാണ് വിചാരിക്കുക. ദാറ്റ് ഈസ് സയന്റിഫിക്കലി റോങ്. ആൻഡ് മാത്രമല്ല, ചില പെൺകുട്ടികൾ ഇങ്ങനെ ജനിച്ചു, ഇതുപോലത്തെ ഒരു ഹൈമൻ ആയിട്ടാണ് ജനിക്കുന്നത്. ഈവൻ ആഫ്റ്റർ ഫസ്റ്റ് സെക്ഷൽ എൻകൗണ്ടർ, ഫസ്റ്റ് സെക്ഷൽ ഇന്റർകോഴ്സിന് ശേഷവും ഹൈമൻ പൊട്ടാതെ ബ്രേക്ക് ചെയ്യാതെ ഇരിക്കുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പൊ രണ്ടാമത്തെ സെക്ഷൽ ഇന്റർകോഴ്സിന്റെ സമയത്ത് ഇതുപോലെ തന്നെയാണ് ഹൈമൻ ഉണ്ടാവുക. അപ്പൊ ഈവൻ ആഫ്റ്റർ ഫസ്റ്റ് സെക്ഷൽ ഇന്റർകോഴ്സ് ഹൈമൻ റീറ്റെയിൻ ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? ഹൈമൻ എന്ന് പറയുന്നത് ഒരു വിർജിനിറ്റിന്റെ റിലയബിൾ ഇൻഡിക്കേറ്റർ അല്ല എന്നാണ്. മനസ്സിലായോ? ഞാൻ ഇപ്പൊ പറഞ്ഞത് സയന്റിഫിക് ആയിട്ടുള്ള വശമാണ്. അതായത് ഒരിക്കലും ഒരു വിർജിനിറ്റിന്റെ ബേസിസ് എന്ന് പറയുന്നത് ഹൈമൻ അല്ല. ഹൈമൻ എന്ന് പറയുന്നത് ഒരു ട്രൂ ഇൻഡിക്കേറ്റർ ഫോർ വിർജിനിറ്റി അല്ല. ഇനി വേറെയും കാര്യങ്ങളുണ്ട് ഈ ഹൈമൻ ബ്രേക്ക് ആയി പോവാന്. ഒരാൾ ഭയങ്കര സ്പോർട്സിൽ പങ്കെടുക്കുന്ന, അതായത് ഹോഴ്സ് റൈഡിങ് പോലെ ഭയങ്കര ജെർക്കും ജോൾട്ടും ഒക്കെ ഉണ്ട്, ഭയങ്കര കുലുങ്ങുന്നയൊക്കെ സ്പോർട്സിൽ പങ്കെടുക്കുന്ന ഒരു പെൺകുട്ടിയാണെന്നുണ്ടെങ്കിലും ഹൈമൻ ബ്രേക്ക് ചെയ്യാം. ഇനി ഇപ്പോ സാനിറ്ററി പാഡ്സ് അല്ലാതെ ഒരുപാട് ആളുകൾ എന്ത് ഉപയോഗിക്കാറുണ്ട്? മെൻസ്ട്രൽ കപ്പ്. സാനിറ്ററി പാഡ്സിന് പകരം ഉപയോഗിക്കുന്നതാണ് മെൻസ്ട്രൽ കപ്പ് പോലെയുള്ള ടാമ്പൺസ്, കപ്പ്, ഇതെല്ലാം ഉപയോഗിക്കാറുണ്ട്. അപ്പൊ ഈ കപ്പ് മെൻസ്ട്രൽ ഫ്ലോ പ്രിവെന്റ് ചെയ്യാനാണല്ലോ ഉപയോഗിക്കുന്നത്. അപ്പൊ ആ കപ്പ് എവിടെ ഉപയോഗിക്കുന്നത്? വജൈനന്റെ അകത്താണ് ഉപയോഗിക്കുന്നത്. സ്വാഭാവികമായിട്ടും കപ്പ് ഇൻസേർട്ട് ചെയ്യുന്ന സമയത്ത് വജൈനൽ ഓപ്പണിംഗ് കവർ ചെയ്യുന്ന ഈ മെംബ്രെയിൻ ബ്രേക്ക് ആവും. അപ്പൊ ഒരു സാനിറ്ററി ടാമ്പണോ അല്ലെങ്കിൽ മെൻസ്ട്രൽ കപ്പോ ഒക്കെ ഉപയോഗിച്ചാലും ഈ ഹൈമൻ ബ്രേക്ക് ആവും. അപ്പൊ ആ ഹൈമൻ ബ്രേക്ക് ചെയ്ത മെൻസ്ട്രൽ കപ്പ് ഉപയോഗിച്ച ഒരാള് വിർജിൻ അല്ല എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അപ്പൊ ഞാൻ പറഞ്ഞ കാര്യം എന്ന് പറയുന്നത് സയന്റിഫിക്കലി ഇൻഅക്യുറേറ്റ് ആണ്, അക്യുറേറ്റ് അല്ലാത്തൊരു സംഭവമാണ് വിർജിനിറ്റിന്റെ ഇൻഡിക്കേറ്റർ ഹൈമൻ ആണ് എന്ന് പറയുന്നത്. ഇനി അതിന്റെ സാമൂഹിക വശം പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഒരാളുടെ വിർജിനിറ്റി അത് വേറൊരാള് ഡിസ്കസ് ചെയ്യേണ്ട കാര്യം പോലും അല്ല. കാരണം സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ വിർജിനിറ്റി മാത്രമേ ചോദ്യം ചെയ്യപ്പെടുന്നുള്ളൂ. സ്ത്രീകളുടെ വിർജിനിറ്റി മാത്രമേ ചോദ്യം ചെയ്യപ്പെടുന്നുള്ളൂ. പുരുഷന്മാരുടെ വിർജിനിറ്റിനെ കുറിച്ച് ആരും ബോധേഡ് അല്ല. അപ്പം അതൊരു അനീതിയാണ്. അത് അതിന്റെ സോഷ്യൽ സൈഡാണ്. ആൻഡ് അതിന്റെ സയന്റിഫിക് വശമാണ് ഞാൻ പറഞ്ഞത്. ഹൈമന്റെ പ്രസൻസ് ഒരു ട്രൂ ഇൻഡിക്കേറ്റർ ഫോർ വിർജിനിറ്റി അല്ല. അപ്പൊ അത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഹൈമനെ കുറിച്ച് മനസ്സിലാക്കാനുള്ളത്. ക്ലിയർ ആയിട്ട് മനസ്സിലായോ? യെസ്. ഇനി ഫൈനലി നമുക്ക് പഠിക്കാനുള്ളത് മാമറി ഗ്ലാൻസിനെ കുറിച്ചാണ്. നമുക്കറിയാം ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിന്റെ ലാസ്റ്റ് ഫംഗ്ഷൻ ആയിട്ട് നമ്മൾ പഠിച്ചതാണ് ചൈൽഡ് കെയർ. കുട്ടീനെ കെയർ ചെയ്യുന്നത് ആരാ? കുട്ടിക്ക് വേണ്ട നറിഷ്മെന്റ് കൊടുക്കുന്നത് അമ്മയാണ്, അല്ലെ? അപ്പം നമ്മൾ എന്താ ഉദ്ദേശിക്കുന്നത്? ബ്രസ്റ്റ് ഫീഡിംഗ് ആണ് അതുവഴി ഉദ്ദേശിക്കുന്നത്. സോ നമുക്ക് ഇനി പഠിക്കാനുള്ളത് മാമറി ഗ്ലാൻഡ് ആണ്. മാമറി ഗ്ലാൻഡ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാമറി ഗ്ലാൻഡ് ആർക്കാണ് കാണാൻ പറ്റുക? വിത്തൗട്ട് എനി എക്സെപ്ഷൻ എല്ലാ മാമൽസിലും ആരെ കാണാൻ പറ്റും?
മാമറി ഗ്ലാൻസ് കാണാൻ പറ്റും. അങ്ങനെ മാമറി ഗ്ലാൻസ് ഇല്ലാതെ ഒരു മാമലും ഇല്ല എന്നുള്ളത് മനസ്സിലാക്കുക. ഇനി ആണുങ്ങളിൽ കാണാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ആണുങ്ങളിൽ മെയിലായിട്ടുള്ള മാമൽസിൽ നമ്മളുടെ മാമറി ഗ്ലാൻഡ് കാണാൻ പറ്റും. പക്ഷേ എന്ത് ചെയ്യില്ല, അണ്ടർ ഡെവലപ്ഡ് ആയിരിക്കും, റുഡിമെന്ററി ആയിരിക്കും. അപ്പൊ ഫങ്ഷണൽ ആയിട്ടുള്ള മാമറി ഗ്ലാൻഡ് എവിടെയാ കാണാൻ പറ്റുക? ഫീമെയിൽ മാമൽസിലാണ് കാണാൻ പറ്റുക. ഫീമെയിൽ മാമൽസിലാണ് കാണാൻ പറ്റുക. ക്ലിയർ ആണല്ലോ? അപ്പൊ ഈ ഒരു മാമറി ഗ്ലാൻഡ് അല്ലെങ്കിൽ നമ്മൾ കാഷ്വലി ബ്രസ്റ്റ് എന്ന് പറയാറുണ്ട്, ഒരു പെയർ ആണ് ഉള്ളത്, 1 പെയർ. ശരിയല്ലേ? അപ്പൊ ഒരു ബ്രസ്റ്റിന്റെ അകത്ത് 2 ടൈപ്പ് ടിഷ്യൂസ് ആണുള്ളത്. ഏതൊക്കെയാ 2 ടൈപ്പ് ടിഷ്യൂസ്? ഒന്നെന്ന് പറയുന്നത് ഗ്ലാൻഡുലാർ ആയിട്ടുള്ള ടിഷ്യൂ. ഗ്ലാൻഡുലാർ ടിഷ്യൂ എന്ന് പറഞ്ഞാൽ എന്താ? മിൽക്ക് പ്രൊഡക്ഷൻ നടത്തുന്ന ടിഷ്യൂ ആണ്. ഗ്ലാൻഡുലാർ ടിഷ്യൂ. ആൻഡ് മിൽക്ക് പ്രൊഡക്ഷൻ ഇല്ലാത്ത ടിഷ്യൂ രണ്ടാമത്തെ ടൈപ്പാണ് അഡിപ്പോസ് ടിഷ്യൂ അല്ലെങ്കിൽ ഫാറ്റ്. അപ്പം ഒരു ബ്രസ്റ്റ് എന്ന് പറയുമ്പോൾ ബ്രസ്റ്റിന്റെ അകത്ത് 2 ടൈപ്പ് ടിഷ്യൂ ആണുള്ളത്. ഗ്ലാൻഡുലാർ ആയിട്ടുള്ള ടിഷ്യൂ, അതിന്റെ അകത്താണ് മിൽക്ക് പ്രൊഡക്ഷൻ നടത്തുക. ആൻഡ് അടുത്തത് എന്ന് പറയുന്നത് ഫാറ്റ് ആണ്. ഓക്കെ, അപ്പം നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഗ്ലാൻഡുലാർ ടിഷ്യൂസിനെ കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം പ്രഗ്നന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ എന്താ പറയുക ഡെലിവറിയോടനുബന്ധിച്ച് 9ാമത്തെ മാസം ആയിരിക്കുന്ന ഒരു അമ്മയുടെ ബ്രസ്റ്റിനെ കുറിച്ചാണ് പറയുന്നത്. ഒരു പ്രഗ്നന്റ് അല്ലാത്ത ഫീമെയിലിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഗ്ലാൻഡുലാർ ടിഷ്യൂസ് അണ്ടർ ഡെവലപ്ഡ് ആയിരിക്കും. പ്രീഡോമിനന്റ്ലി ആര് മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ? ഫാറ്റ് മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. അപ്പൊ നമ്മൾ ഇനി പറയുന്ന ഈ ഗ്ലാൻഡുലാർ ടിഷ്യൂവിനെ കുറിച്ച് പറയുന്ന എല്ലാ കാര്യങ്ങളും ഒരു പ്രസവിക്കാനായിരിക്കുന്ന അമ്മ തൊട്ട് ബ്രസ്റ്റ് ഫീഡിങ് ആയിട്ടുള്ള അമ്മയുടെ ബ്രസ്റ്റിന്റെ അകത്തുള്ള കാര്യങ്ങളാണ്, മാമറി ഗ്ലാൻഡിന്റെ അകത്തുള്ള കാര്യങ്ങളാണ്. ക്ലിയർ അല്ലേ? യെസ്. അപ്പൊ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതാണ് ഒരു ബ്രസ്റ്റിന്റെ ഡയഗ്രാം. അപ്പം ബ്രസ്റ്റിന്റെ അകത്ത് ഒരുപാട് കമ്പാർട്ട്മെന്റ്സ് ഉണ്ട്. ഇങ്ങനെ ഒരുപാട് കമ്പാർട്ട്മെന്റ്സ് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ കമ്പാർട്ട്മെന്റ്സിനെയാണ് നമ്മൾ മാമറി ലോബ്സ് എന്ന് വിളിക്കുക. അപ്പൊ എത്ര മാമറി ലോബ്സ് ഉണ്ട് എന്ന് ചോദിച്ചാൽ 15 to 20 മാമറി ലോബ്സ് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ആ കമ്പാർട്ട്മെന്റിന്റെ അകത്ത്, ഓരോ കമ്പാർട്ട്മെന്റിന്റെ അകത്ത് നമുക്ക് എന്താ കാണാൻ പറ്റുന്നത്? ചെറിയ ഗ്രേപ്പ് ലൈക്ക് സ്ട്രക്ചേഴ്സ് കാണാൻ പറ്റുന്നില്ലേ? നമ്മുടെ ലങ്സിന്റെ ഒക്കെ അകത്തുള്ള പോലെ ഗ്രേപ്പ് ലൈക്ക് സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ മുന്തിരി പോലെയുള്ള സ്ട്രക്ചർ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ആൽവിയോളൈ കാണാൻ പറ്റുന്നില്ലേ? ആ സ്ട്രക്ചറിനെ നമ്മൾ എന്താ വിളിക്കുക? മാമറി ആൽവിയോളൈ. ആൽവിയോളൈ എന്ന് പറഞ്ഞാൽ പ്ലൂരൽ ആണ്. ആൽവിയോളസ് എന്ന് പറയുന്നത് സിംഗുലർ ആണ്. അപ്പൊ നോക്ക്, മാമറി ആൽവിയോളസ് ഞാൻ ഇവിടെ വരയ്ക്കാം. ഇതാണ് ഒരു ആൽവിയോളസ്. അപ്പൊ ഈ ആൽവിയോളസ് എന്ന് പറയുന്നത് എന്താ? ഒരു ബലൂണ് പോലെയാണ്, അല്ലെങ്കിൽ ഒരു ഗ്രേപ്പ് പോലെയാണ് അല്ലേ? അപ്പൊ ഇതിന് ഒരു സെല്ല് കൊണ്ടാണ് ഇതെല്ലാം ഉണ്ടാക്കി. എപ്പിത്തീലിയം ഇവിടെ ഉണ്ടായിരിക്കും. ഇതാണ് ഒരു ആൽവിയോളസ്. ഓക്കെ, അപ്പൊ ഈ ആൽവിയോളസിന്റെ ഈ ഒഴിഞ്ഞിരിക്കുന്ന ഭാഗം ഉണ്ടല്ലോ, ബലൂൺ എന്ന് പറയുമ്പോൾ ഈ ഒഴിഞ്ഞിരിക്കുന്ന ഈ റീജിയൻ ഉണ്ടല്ലോ, അതാണ് ആൽവിയോളസിന്റെ ല്യൂമൻ എന്ന് പറയുന്നത്. ദിസ് ഈസ് ല്യൂമൻ. അപ്പൊ ഞാൻ ഇപ്പൊ ഇവിടെ വരച്ചത് എന്താണ്? ആൽവിയോളസിന്റെ സെല്ലുകളാണ്. ഈ ആൽവിയോളസിന്റെ സെല്ല് എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്? മിൽക്ക് പ്രൊഡ്യൂസ് ചെയ്യും. അത് ല്യൂമനിലേക്ക് സെക്രീറ്റ് ചെയ്യും. മിൽക്ക് പ്രൊഡക്ഷൻ അപ്പൊ ആരുടെ പണിയാണ്? ആൽവിയോളസിന്റെ സെല്ലിന്റെ പണിയാണ്. അപ്പം എവിടെയാണ് മിൽക്ക് സ്റ്റോർ ചെയ്തിട്ടുണ്ടാവുക? ല്യൂമൻ ഓഫ് ആൽവിയോളസിൽ സ്റ്റോർ ചെയ്തിട്ടുണ്ടാവും. അപ്പൊ ഞാൻ ഇനി ആൽവിയോളസ് ഇങ്ങനെ വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നോക്ക്, ഇങ്ങനെയൊക്കെ ആൽവിയോളസ് ഉണ്ടായിരിക്കും. ഇങ്ങനെയൊക്കെയല്ലേ നമ്മുടെ ചിത്രത്തിൽ ആൽവിയോളസ് ഉള്ളത്. ഇതിന്റെ ഒക്കെ അകത്ത് എന്തുണ്ടായിരിക്കും? മിൽക്ക് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. ക്ലിയർ ആണല്ലോ? അപ്പം ആൽവിയോളസിന്റെ സെല്ലാണ് മിൽക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആൻഡ് സ്റ്റോർഡ് ഇൻസൈഡ് ല്യൂമൻ ഓഫ് ആൽവിയോളസ് എന്ന് മനസ്സിലാക്കുക. ക്ലിയർ അല്ലേ? ഇനി മിൽക്ക് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട് മാമറി ഗ്ലാൻഡിന്റെ അകത്ത്, ആൽവിയോളസിന്റെ അകത്ത്. അത് കുട്ടി സക്കിള് ചെയ്യുന്ന സമയത്ത്, കുട്ടി പാല് കുടിക്കുന്ന സമയത്ത് പുറത്തേക്ക് ഒഴുകണം. ശരിയല്ലേ? ല്യൂമനില് പാലുണ്ടായാൽ മതിയോ? അല്ല, അത് കുട്ടിയുടെ മൗത്തിലേക്ക് എത്തണം സക്കിൾ ചെയ്യുന്ന സമയത്ത്. ശരിയാണല്ലോ? അപ്പോ ഈ ല്യൂമന്റെ അകത്ത് സ്റ്റോർ ചെയ്തിട്ടുള്ള മിൽക്ക് കുട്ടി കുടിക്കുന്ന സമയത്ത്, ഈ ല്യൂമന്റെ അകത്ത് സ്റ്റോർ ചെയ്തിരിക്കുന്ന മിൽക്ക് കുട്ടി കുടിക്കുന്ന സമയത്ത് പുറത്തേക്ക് ഒഴുകുന്ന ആദ്യത്തെ ആ ചെറിയ ട്യൂബ് ഉണ്ടല്ലോ, ഈ ഒരു ട്യൂബിനെയാണ് നമ്മൾ മാമറി ട്യൂബ്യൂൾ എന്ന് പറയുന്നത്. സോ ദിസ് ഈസ് മാമറി ട്യൂബ്യൂൾ. അപ്പൊ നോക്ക്, ഈ ആൽവിയോളസിൽ നിന്നും മാമറി ട്യൂബ്യൂൾ ഉണ്ട്, ഈ ആൽവിയോളസിൽ നിന്നും മാമറി ട്യൂബ്യൂൾ ഉണ്ട്.
അതുപോലെ ഈ ആൽവിയോളസിൽ നിന്നും മാമറി ട്യൂബ്യൂൾ ഉണ്ട്. ഈ മാമറി ട്യൂബ്യൂൾസ് എല്ലാം ജോയിൻ ചെയ്താൽ കുറച്ച് വലിയ ഡെക്റ്റായി മാറും. ആൻഡ് ഈ ഡെക്റ്റിനെയാണ് നമ്മൾ മാമറി ഡെക്റ്റ് എന്ന് പറയാം. മാമറി ഡെക്റ്റ് എന്ന് പറയാം. ഓക്കെ, അപ്പൊ ഈ മാമറി ഡെക്റ്റ് നമ്മൾ ഇനി നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാമറി ഡെക്റ്റുകൾ, ഒരുപാട് മാമറി ഡെക്റ്റുകൾ കൂടിച്ചേരും, അത് കുറച്ചും കൂടെ വലിയ ഡെക്റ്റായി മാറും. ദാറ്റ് ഈസ് കോൾഡ് മാമറി ആംബ്യുള. മാമറി ആംബ്യുള എന്ന് പറഞ്ഞാൽ നിങ്ങൾ നോക്കി ഏറ്റവും വൈഡസ്റ്റ് പാർട്ടായിരിക്കും മാമറി ആംബ്യുള എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെ ആ മാമറി ആംബ്യുളയും ജോയിൻ ചെയ്ത്, ഡിഫറെന്റ് മാമറി ആംബ്യുളയും ജോയിൻ ചെയ്താൽ ഏറ്റവും മേജർ ഡെക്റ്റ് ആയി മാറും. ഇറ്റ് ഈസ് കോൾഡ് ലാക്റ്റിഫറസ് ഡെക്റ്റ്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ലാക്റ്റിഫറസ് ഡെക്റ്റ്. ആ ലാക്റ്റിഫറസ് ഡെക്റ്റിലൂടെയാണ് കുട്ടി പാല് കുടിക്കുന്നത്. ഓക്കെ, ഇനി ഈ ലാക്റ്റിഫറസ് ഡെക്റ്റ്, ഈ കാണുന്നതാണ് ലാക്റ്റിഫറസ് ഡെക്റ്റുകൾ. ഈ ലാക്റ്റിഫറസ് ഡെക്റ്റ് ഓപ്പൺ ചെയ്യുന്നത് ഇങ്ങനെയൊരു പ്രൊജക്ഷനിലൂടെയാണ്. ദിസ് ഈസ് കോൾഡ് നിപ്പിൾ. അല്ലെ, ആ നിപ്പിളിനെ കുറിച്ച് ഒരു എഴുത്തും ഒരു സെന്റൻസും NCERT പറയുന്നില്ല, പക്ഷെ NCERT ഡയഗ്രത്തിൽ നിപ്പിള് കാണിക്കുന്നുണ്ട്. ശരിയാണല്ലോ. ഇനി നിപ്പിളിന് ചുറ്റും ഒരു ഡാർക്ക് പിഗ്മെന്റഡ് സർക്കിൾ റീജിയൻ ഉണ്ടാവും. ആ റീജിയനെയാണ് നമ്മൾ ഏരിയോള എന്ന് പറയുന്നത്. ഒരു ഡാർക്ക് പിഗ്മെന്റ് ആയിട്ടുള്ള റീജിയൻ ഉണ്ടാവും. ആ പിഗ്മെന്റഡ് ഏരിയനെയാണ് നമ്മൾ ഏരിയോള എന്ന് പറയുന്നത്. സോ NCERT നമുക്കത് പഠിക്കാനുണ്ട്. ക്ലിയർ അല്ലേ? അപ്പൊ നമ്മൾ എന്താ പറഞ്ഞത്, എങ്ങനെയാണ് ഒരു കുട്ടിക്ക് പാല് കിട്ടുന്നത് എന്ന് പറഞ്ഞു. മാമറി ലോബ്സിന്റെ അകത്ത് എന്തുണ്ടായിരിക്കും, ഒരുപാട് ഗ്രേപ്പ് ലൈക്ക് സ്ട്രക്ചേഴ്സ് കോൾഡ് മാമറി ആൽവിയോളസ് ഉണ്ടാവും. മാമറി ആൽവിയോളസിന്റെ ല്യൂമനിലാണ് മിൽക്ക് സ്റ്റോർ ചെയ്തിട്ടുള്ളത്. കുട്ടി പാല് കുടിക്കുന്ന സമയത്ത് ല്യൂമനിൽ സ്റ്റോർ ചെയ്തിട്ടുള്ള മിൽക്ക് പുറത്തേക്ക് ഒഴുകും. അത് ചെറിയ ട്യൂബ്യൂൾസിലൂടെയാണ് ഒഴുകുന്നത്. ദാറ്റ് ഈസ് കോൾഡ് മാമറി ട്യൂബ്യൂൾസ്. മാമറി ട്യൂബ്യൂൾസ് ജോയിൻ ചെയ്താൽ മാമറി ഡെക്റ്റ് ഉണ്ടാവും, കുറച്ചും കൂടെ വലിയ ഡെക്റ്റ് ആണ്. ആൻഡ് ഫൈനലി അത് ആരായി മാറും, ആംബ്യുളായി മാറും. ദെൻ അത് ലാക്റ്റിഫറസ് ഡെക്റ്റുമായിട്ട് ജോയിൻ ചെയ്ത് ലാക്റ്റിഫറസ് ഡെക്റ്റ് നിപ്പിളിലൂടെയാണ് പുറത്തേക്ക് പോകുന്നത്. സോ ഇതാണ് ഒരു ഫ്ലോ ഡയഗ്രാം എന്ന് പറയുന്നത്. ഇതിൽ നിന്ന് എക്സാമിന് ചോദ്യം ചോദിക്കുക എങ്ങനെയാന്ന് ചോദിച്ചാൽ, ഏതെങ്കിലും ഈ പാത്ത് വേ ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. അപ്പൊ എവിടെയെങ്കിലും ബ്ലോക്ക് ആയാലും എവിടെ നിന്ന് എങ്ങോട്ടുള്ള മിൽക്കിന്റെ ഫ്ലോ ആണ് ഇല്ലാതെയാവുക എന്നാ ചോദിക്കുക. മാമറി ഡെക്റ്റിന് എന്തെങ്കിലും സംഭവിച്ചാൽ മാമറി ട്യൂബ്യൂളിൽ നിന്നും മാമറി ആംബ്യുളയിലേക്ക് എത്തൂല. ഇതുപോലെയുള്ള ചോദ്യമായിരിക്കും. അപ്പൊ കൃത്യമായിട്ട് പാത്ത് വേ എഴുതാൻ പറ്റുക എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. ക്ലിയർ ആണല്ലോ? അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിനെ കുറിച്ചാണ്. അപ്പൊ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിനെ കുറിച്ച് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അടിപൊളിയായി മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ മനസ്സിലായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായി എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഈ വീഡിയോ ഒന്ന് എത്തിച്ചു കൊടുക്കുക. എന്തെങ്കിലും സംശയം നിങ്ങൾക്ക് ഇന്നത്തെ ക്ലാസ്സിനെ കുറിച്ച് ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കമന്റ് ബോക്സിലൂടെ ചോദിക്കാവുന്നതാണ്. സോ ഇതിന്റെ ബാക്കി പാർട്ടുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.